We greet and we invite you all in the sweet and loving name of Jesus, those who have come to the first day of this convention. നമ്മുടെ കൺവെൻഷന്റെ ഒന്നാം ദിവസത്തിലേക്ക് വന്നിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിച്ച് ഈ യോഗത്തിലേക്ക് ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. I am not worthy to stand before you to preach the word of God. തിരുവചനം നിങ്ങളുടെ മുൻപിൽ നിന്ന് പ്രസംഗിക്കുവാൻ വാസ്തവത്തിൽ ഞാൻ യോഗ്യനല്ല. I am what I am, but by the grace of God only. ഞാൻ ആകുന്നത് ദൈവത്തിന്റെ കൃപയാൽ മാത്രമാകുന്നു. I am standing before you by the grace of God only. ഞാൻ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത് ദൈവകൃപയാൽ മാത്രമാകുന്നു. Our God is great God. നമ്മുടെ ദൈവം വലിയവനായ ദൈവം. He is a living God. താൻ ജീവനുള്ള ദൈവം. He is an eternal God. താൻ നിത്യ ദൈവം. Our God is Almighty God. നമ്മുടെ ദൈവം സർവശക്തനായ ദൈവം. Our God is a loving God. നമ്മുടെ ദൈവം സ്നേഹിക്കുന്ന ദൈവം. He is a compassionate God. താൻ മനസ്സലിവുള്ള ദൈവം. Our God is merciful God. നമ്മുടെ ദൈവം കരുണ നിറഞ്ഞ ദൈവം. Our God is wonderful God. നമ്മുടെ ദൈവം അത്ഭുതവാനായ ദൈവം. Our God is living forever. നമ്മുടെ ദൈവം സദാകാലത്തേക്കും ജീവിക്കുന്ന ദൈവം. The great God is in our midst. Father, shall we all praise God? ഇത്ര വലിയ ദൈവം നമ്മുടെ മധ്യേ ഉണ്ടല്ലോ. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ചേർന്ന് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം ആണ്ടവരേ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം അപ്പാ. ഹല്ലേലൂയ സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. Praise be to God. ദൈവത്തിന് സ്തോത്രം. Shall we all kindly turn our Bible to John chapter 8? Kindly read verse 12. യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 12-ാം വാക്യം. നമ്മുടെ വിശുദ്ധ വേദപുസ്തകം തുറന്ന് ദയവായി നമുക്ക് ആ വേദഭാഗം വായിക്കാം. യേശു പിന്നെയും അവരോട് സംസാരിച്ചു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവൻ ആകും എന്ന് പറഞ്ഞു. Then spake Jesus again unto them, saying, I am the light of the world. He that followeth me shall not walk in darkness, but shall have the light of life. Praise be to God. ദൈവത്തിന് സ്തോത്രം. Jesus told, I am the light of the world. യേശു പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. Jesus is the light of the world. കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. Our God is one, but He is triune. ദൈവം ഏകനാണെങ്കിലും താൻ തൃത്വ ദൈവമാകുന്നു. God the Father, പിതാവായ ദൈവം, Son the Lord Jesus Christ, പുത്രനായ കർത്താവായ യേശുക്രിസ്തു, God the Holy Spirit, പരിശുദ്ധാത്മാവായ ദൈവം, all are one. മൂവരും ഒന്നാകുന്നു. Our God is triune God. നമ്മുടെ ദൈവം ത്രിയേക ദൈവം. Jesus Christ is the God. യേശുക്രിസ്തു ദൈവമാകുന്നു. He is the eternal God. താൻ നിത്യ ദൈവമാകുന്നു. He took the form of mankind. താൻ മനുഷ്യ രൂപമെടുത്തു. He came to this world. താൻ ഈ ലോകത്തിലേക്ക് വന്നു. He was born in this world. താൻ ഈ ലോകത്തിൽ ജനിച്ചു. His birth is not a carnal birth. തന്റെ ജനനം എന്നത് ജഡികമായ നിലയിലുള്ള ഒരു ജനനമല്ല. His birth is holy birth. തന്റെ ജനനം എന്നത് പരിശുദ്ധമായ ഒരു ജനനമാകുന്നു. He is God. Jesus Christ is God. He took the form of mankind. യേശുക്രിസ്തു ദൈവമാണെങ്കിലും താൻ മനുഷ്യരൂപമെടുത്തു. He came to this world. താൻ ഈ ലോകത്തിലേക്ക് വന്നു. He taught His commandments. തന്റെ കൽപ്പനകൾ താൻ ജനത്തെ പഠിപ്പിച്ചു. He taught how the man should walk. മനുഷ്യൻ ഏത് വിധേന നടക്കണമെന്ന് താൻ പഠിപ്പിച്ചു. He was died on the cross of Calvary.
കാൽവറി ക്രൂശിൽ താൻ മരണം മരിച്ചു. His death is not an ordinary death. തന്റെ മരണവും ഒരു സാമാന്യമായ മരണമായിരുന്നില്ല. His death is a sacrifice. തന്റെ മരണം ഒരു യാഗമായിരുന്നു. He was buried. തന്നെ അടക്കം ചെയ്തു. On the third day he was resurrected. മൂന്നാം നാളിൽ താൻ ഉയിർത്തെഴുന്നേറ്റു. He is the living Jesus. താൻ ജീവിക്കുന്ന യേശുവാകുന്നു. Before came to this world also he was God. ലോകത്തിൽ വരും മുമ്പ് തന്നെയും താൻ ദൈവം തന്നെയായിരുന്നു. He took the form of mankind. താൻ മനുഷ്യ രൂപമെടുത്തു. After his resurrection also he is God. തന്റെ പുനരുത്ഥാനത്തിന് ശേഷവും താൻ ദൈവമായി തന്നെ തുടരുന്നു. He is the living Jesus. താൻ ജീവിക്കുന്ന യേശുവാകുന്നു. He is the eternal Jesus. താൻ നിത്യനായ യേശു. That living Jesus is in our midst. ജീവിക്കുന്ന യേശു ഇന്ന് നമ്മുടെ മധ്യത്തിലുണ്ട്. What does Jesus Christ, when Jesus Christ was in this world, യേശു ക്രിസ്തു താൻ ഈ ലോകത്തിലായിരുന്ന കാലയളവിൽ he told that I am the light of the world. താൻ പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. In which situation he told that I am the light of the world? ഞാൻ ഈ ലോകത്തിന്റെ വെളിച്ചമെന്ന് യേശു പറഞ്ഞത് ഏത് പരിതസ്ഥിതിയിലാണ്? When we read the above verses, അതിന് തൊട്ടു മുൻപുള്ളതായ തിരുവചനങ്ങൾ വായിക്കുമ്പോൾ, when Jesus Christ was in the temple, യേശുക്രിസ്തു ആലയത്തിലായിരുന്ന സന്ദർഭത്തിൽ scribes and Pharisees brought unto him a sinful woman. ന്യായശാസ്ത്രികളും പരീശന്മാരും ഒരു പാപിനിയെ യേശുവിന്റെ അടുക്കലേക്ക് കൊണ്ടുവന്നു. They told, Moses commanded that such a woman should be stoned. What sayest thou? ഇങ്ങനെയുള്ള സ്ത്രീയെ കല്ലെറിയണമെന്നാണ് മോശ പറഞ്ഞിട്ടുള്ളത്. നീ എന്തു പറയുന്നു? Then finally what do we read? അതിൽ ഒടുവിലായി നമുക്ക് എന്താണ് വായിക്കാൻ കഴിയുന്നത്? Jesus Christ told, go and sin no more. യേശു അവളോട് ഇപ്രകാരം പറഞ്ഞു, പോക, ഇനി പാപം ചെയ്യരുത്. Praise be to God. ദൈവത്തിന് സ്തോത്രം. They brought a sinful woman. പാപിനിയെ തന്റെ അടുക്കൽ കൊണ്ടുവന്നു. A person need repentance. വ്യക്തിക്ക് അനുതാപം ആവശ്യമാണ്. A person need a repentance. ഒരു വ്യക്തിക്ക് മാനസാന്തരം എന്നത് അനിവാര്യം. When we say about the repentance, ഈ മാനസാന്തരത്തെ കുറിച്ച് നമ്മൾ ശ്രദ്ധിച്ചാൽ, first of all, in the repentance, that person need to have conviction about his sin. മാനസാന്തരത്തിന് ആവശ്യമായ ഒന്നാമത്തെ ഘടകം ഒരു വ്യക്തിക്ക് തന്റെ പാപബോധം ആവശ്യമാണ്. There are some steps in the repentance. മാനസാന്തരത്തിന് ചില പടികളുണ്ട്. First of all, convicted about sin. ഒന്നാമത് പാപത്തെക്കുറിച്ച് ഉണർത്തപ്പെട്ടവനായിരിക്കണം. Acts chapter 2 verse 37. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം 37-ാം വാക്യം. According to Acts chapter 2 verse 37, അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം 37-ാം വാക്യപ്രകാരം a person need to have conviction. ഒരു വ്യക്തിക്ക് പാപബോധം ആവശ്യമായിരിക്കുന്നു. He should be convicted about his sin. തന്റെ പാപങ്ങളെ ഓർത്ത് താൻ ഉണർത്തപ്പെട്ടവനായി തീരണം. He should realize about his sin. Realize. താൻ തന്റെ പാപത്തെ ഗ്രഹിക്കുമ്പോൾ he should convicted. He should be. താൻ അതിനെക്കുറിച്ച് ഗ്രഹിച്ചിട്ട് താൻ അതിനെക്കുറിച്ച് കുറ്റബോധമുള്ളവനായി പാപബോധമുള്ളവനായി തീരണം. Praise be to God. ദൈവത്തിന് സ്തോത്രം. The second step of repentance is മാനസാന്തരത്തിന്റെ രണ്ടാമത്തെ പടിയുന്നത് according to 2 Corinthians chapter 7, 2 കൊരിന്ത്യർ 7-ാം അധ്യായം verses 10 and 11, 10-11 വാക്യങ്ങൾ. he should repent for his sin. താൻ തന്റെ പാപങ്ങളെ ചൊല്ലി അനുതപിക്കണം. Praise be to God. ദൈവത്തിന് മഹത്വം. He should
There he should repent for his sin. തന്റെ പാപങ്ങളെ ഓർത്ത് താൻ അനുതപിക്കേണ്ടത് ആവശ്യം. He need to have godly sorrow about his sin. തന്റെ പാപങ്ങളെ ഓർത്ത് ദൈവഹിതപ്രകാരമുള്ള ദുഃഖം തനിക്ക് ആവശ്യം. He need to have repentance. തനിക്ക് മാനസാന്തരം വേണം. When we come to that step of the repentance, മാനസാന്തരത്തിന്റെ മൂന്നാം പടിയിലേക്ക് വരുമ്പോൾ, according to 1 John chapter 1 verse 9, 1 യോഹന്നാൻ 1:9 പ്രകാരം he should confess his sin. താൻ തീർച്ചയായും തന്റെ പാപങ്ങളെ ഏറ്റുപറയണം. He should come to the cross of Calvary. കാൽവറി ക്രൂശിന്റെ അടുക്കിലേക്ക് താൻ വരണം. He should look at the cross of Calvary. കാൽവറി ക്രൂശിലേക്ക് താൻ കണ്ണുകൾ ഉയർത്തണം. He should, with broken and contrite spirit, തകർന്നും നുറുങ്ങിയതുമായ ഹൃദയത്തോടും മനസ്സോടും കൂടി he should confess his sin. താൻ തന്റെ പാപങ്ങൾ ഏറ്റുപറയണം. He should confess his sin to the Lord. കർത്താവിനോട് തന്റെ പാപങ്ങൾ ഏറ്റുപറയണം. He should confess his sin to Jesus Christ. താൻ തന്റെ പാപങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിനോട് ഏറ്റുപറയണം. With broken and contrite spirit, he should confess he should ask pardon to Jesus for his sin. താൻ ചെയ്ത പാപങ്ങളെ ചൊല്ലി താൻ തകർന്നും നുറുങ്ങിയതുമായ ഹൃദയത്തോടുകൂടി കർത്താവായ യേശുവിനോട് ക്ഷമയാചിക്കണം. The fourth step of repentance is, മാനസാന്തരത്തിന്റെ നാലാമത്തെ പടി എന്നത്, according to Ezekiel chapter 33 verse 15, എഹെസ്കേൽ പ്രവചനം 33:15 പ്രകാരം he should restore. താൻ മടക്കിക്കൊടുക്കണം. He should restore the things which he had taken unfairly. താൻ അന്യായമായി എടുത്തതെല്ലാം മടക്കിക്കൊടുക്കണം. He should restore the things which he had taken unjustly. അന്യായമായി താൻ എന്തെല്ലാം നേടിയിട്ടുണ്ടോ അതെല്ലാം താൻ തിരിച്ചു കൊടുക്കണം. He should restore the things which he had stolen. മോഷ്ടിച്ചതും താൻ തിരിച്ചു കൊടുക്കണം. Praise be to God. ദൈവത്തിന് മഹത്വം. Then the fifth step of repentance is, മാനസാന്തരത്തിന്റെ അഞ്ചാമത്തെ ഘട്ടമെന്നത്, according to Matthew chapter 5 verses 23 and 24, മത്തായി സുവിശേഷം 5:23-24 വാക്യപ്രകാരം he should reconcile. താൻ നിരപ്പ് പ്രാപിക്കണം. He should reconcile with men. താൻ മനുഷ്യരോട് നിരപ്പ് പ്രാപിക്കണം. He should reconcile with God. താൻ ദൈവത്തോടും നിരപ്പ് പ്രാപിക്കണം. He should reconcile with men. താൻ മനുഷ്യരോടും നിരപ്പ് പ്രാപിക്കണം. Praise be to God. ദൈവത്തിന് സ്തോത്രം. If a person did these 5 things, ഒരു വ്യക്തി ഇപ്പോൾ പറഞ്ഞ ഈ 5 കാര്യങ്ങൾ ചെയ്താൽ God will justify him. ദൈവം തന്നെ നീതീകരിക്കും. According to Romans chapter 3 verse 24, റോമർക്കെഴുതിയ ലേഖനം 3:24 പ്രകാരം God will make him just. ദൈവം തന്നെ ഒരു നീതിമാനാക്കും. Praise be to God. ദൈവത്തിന് സ്തോത്രം. The seventh step of repentance is, മാനസാന്തരത്തിന്റെ ഏഴാമത്തെ ഘട്ടമെന്നത്, the final step of repentance, മാനസാന്തരത്തിന്റെ അന്തിമ ഘട്ടം. according to Hebrews chapter 13 verse 12, എബ്രായർക്ക് എഴുതിയ ലേഖനം 13:12 holiness. വിശുദ്ധി. He will grow up in holiness. താൻ വിശുദ്ധിയിൽ വളരുന്നു. He should grow up in holiness. താൻ വിശുദ്ധിയിൽ വളരേണ്ടിയിരിക്കുന്നു. How a person can grow up in holiness? എങ്ങനെ ഒരു വ്യക്തിക്ക് വിശുദ്ധിയിൽ വളരാം? For that he need to have separated life. തനിക്കതിനായി ഒരു വേർപെട്ട ജീവിതം വേണ്ടിയിരിക്കുന്നു. Life of separation he need to have. തനിക്ക് ഒരു വേർപാട് ജീവിതം ആവശ്യം. Praise be to God. ദൈവത്തിന് സ്തോത്രം. For a person, for repentance for a person, he need to have these 7 steps. ആകയാൽ ഒരു വ്യക്തിക്ക് മാനസാന്തരം ഉണ്ടാകേണ്ടതിന് ഞങ്ങൾ ഇപ്പോൾ പറഞ്ഞതായ ഈ 7 പടികൾ ആവശ്യമായിരിക്കുന്നു. Praise be to God. ദൈവത്തിന് സ്തോത്രം.
Here, what do we read? ഇവിടെ നമ്മൾ വായിക്കുന്നത് എന്ത്? When Jesus Christ was in the temple, കർത്താവായ യേശു ക്രിസ്തു ആ ആലയത്തിലായിരുന്ന സമയം they brought a sinful woman. ഒരു പാപിയായ സ്ത്രീയെ യേശുവിന്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നു. Praise be to God. ദൈവത്തിന് സ്തോത്രം. We should not give room for any sin in our life. നമ്മുടെ ജീവിതത്തിൽ യാതൊരുവിധ പാപത്തിനും നമ്മൾ ഇടം കൊടുക്കുവാൻ പാടില്ല. We should not give room for big sin or small sin. വലിയ പാപത്തിനായാലും ചെറിയ പാപത്തിനായാലും നമ്മുടെ ജീവിതത്തിൽ ഇടമുണ്ടാകരുത്. We should not say this is big sin, this is small sin. ഇത് വലിയ പാപമാണെന്നോ ഇത് ചെറിയ പാപമാണെന്നോ നമ്മൾ പറഞ്ഞുകൂടാ. All are sin only. എല്ലാവരും എല്ലാം പാപം തന്നെയാണ്. We should not give room for sin in our life. നമ്മുടെ ജീവിതത്തിൽ നാം പാപത്തെ അനുവദിച്ചുകൂടാ. What will the sin do? What the sin will do? പാപം എന്ത് ചെയ്യുന്നു? When we come to 2 Samuel chapter 20, 2 ശമൂവേൽ 20-ാം അധ്യായം, there we see one incident. നമുക്കവിടെ ഒരു സംഭവം കാണാം. When we come to 2 Samuel chapter 20, 2 ശമൂവേൽ 20-ാം അധ്യായം, there we read about Joab. അവിടെ നമുക്ക് യോവാബിനെ കാണാം. There we read about Amasa. അമാസയെയും കാണാം. 2 Samuel chapter 20 verses 9 and 10. What do we read? 2 ശമൂവേൽ 20-ാം അധ്യായം 9-10 വാക്യങ്ങളിൽ നമുക്ക് എന്ത് വായിക്കാൻ കഴിയും? Kindly read that verse. ദയവായി ആ വേദഭാഗങ്ങൾ വായിക്കാം. യോവാബ് അമാസയോട്, സഹോദര, സുഖം തന്നെയോ എന്ന് പറഞ്ഞ് അമാസയെ ചുംബനം ചെയ്യുവാൻ വലത്ത് കൈകൊണ്ട് അവന്റെ താടിക്ക് പിടിച്ചു. എന്നാൽ യോവാബിന്റെ കയ്യിൽ വാൾ ഇരിക്കുന്നത് അമാസ സൂക്ഷിച്ചില്ല. യോവാബ് അവനെ അതുകൊണ്ട് വയറ്റത്ത് കുത്തി കുടൽ ചോർത്തിക്കളഞ്ഞു. രണ്ടാമത് കുത്തേണ്ടി വന്നില്ല. അവൻ മരിച്ചുപോയി. യോവാബും അവന്റെ സഹോദരനായ അബീശായിയും ബിക്രിയുടെ മകനായ ശേബയെ പിന്തുടർന്നു. And Joab said to Amasa, "Art thou in health, my brother?" And Joab took Amasa by the beard with the right hand to kiss him. And Amasa took no heed to the sword that was in Joab's hand. So he smote him therewith in the 5th rib, and shed out his bowels to the ground, and struck him not again, and he died. So Joab and Abishai his brother pursued after Sheba the son of Bichri. Praise be to God. ദൈവത്തിന് സ്തോത്രം. Here we read about Joab and Amasa. ഇവിടെ നമുക്ക് യോവാബിനെ കുറിച്ചും അമാസയെ കുറിച്ചും വായിച്ചറിയുവാൻ കഴിയുന്നു. What did Joab do? യോവാബ് എന്ത് ചെയ്തു? He told Amasa, "Art thou in health, my brother?" അവിടെ അവൻ അമാസയോട് ഇരിക്കുന്നു, എന്റെ സഹോദര, നീ സുഖം തന്നെയോ? And Joab took Amasa by the beard with the right hand to kiss him. യോവാബ് അമാസയെ ചുംബനം ചെയ്യുവാൻ വലത്ത് കൈ കൊണ്ട് അവന്റെ താടിക്ക് പിടിച്ചു. At the time, Joab smote Amasa him there with the 5th rib and set out his bowels to the ground and struck him not again. He died. യോവാബ് അവനെ അതുകൊണ്ട് വയറ്റത്ത് കുത്തി കുടൽ ചോർത്തി കളഞ്ഞു. രണ്ടാമത് കുത്തേണ്ടി വന്നില്ല. അവൻ മരിച്ചുപോയി. Praise be to God. ദൈവത്തിന് സ്തോത്രം. What Joab did, the same thing sin also is doing. യോവാബ് ഇവിടെ എന്താണോ ചെയ്തത് അത് തന്നെയാണ് പാപവും ചെയ്യുന്നത്. What did Joab do? യോവാബ് എന്ത് ചെയ്തു? He spoke nicely with Amasa. അവൻ അമാസയോട് വളരെ മധുരമായി സംസാരിക്കുന്നു. "Art thou in health, my brother?" എന്റെ സഹോദര, നീ സുഖമായിരിക്കുന്നുവോ? He spoke nicely, very nicely with Amasa. താൻ അമാസയോട് വളരെ ഹൃദ്യമായി സംസാരിക്കുന്നു. The sin also will speak to us nicely. പാപവും നമ്മളോട് വളരെ മധുരമായി സംഭാഷിക്കും. It will allure us. അത് നമ്മെ വശീകരിക്കും. It will attract us. അത് നമ്മെ ആകർഷിക്കും. It will speak nicely to us. അത് നമ്മോട് മധുര സംഭാഷണം നടത്തും. Praise be to God. ദൈവത്തിന് സ്തോത്രം. How the sin will speak to us? പാപം നമ്മളോട് എങ്ങനെയാണ് സംസാരിക്കുന്നത്? Oh, watch this.
internet. ഇന്റർനെറ്റിലെ കാഴ്ചകളൊന്ന് കണ്ടു നോക്കൂ. These unnecessary things you watch in the internet. ഇന്റർനെറ്റിൽ നിങ്ങൾ കണ്ടാസ്വദിക്കുന്ന അനാവശ്യ കാര്യങ്ങൾ, You watch, the sin will speak to us. Watch these unnecessary things in the internet. പാപം നിങ്ങളോട് പറയും, ഇന്റർനെറ്റിൽ ഇത്ര കാര്യങ്ങളൊക്കെയുണ്ട്, അനാവശ്യ കാര്യങ്ങളാണ്, നീ അത് കണ്ടാസ്വദിക്കൂ. It will very nice to you. അത് നിനക്ക് എത്ര സന്തോഷകരമായിരിക്കും. It will be pleasure to you. അത് നിനക്ക് ഇൻപദായകമായിരിക്കും. If you watch, you will be happy. അത് കാണുമ്പോൾ നിനക്ക് സന്തോഷമുണ്ടാകും. You will rejoice. നീ ആനന്ദിക്കും. Therefore, watch these things, unnecessary things in the internet. ആകയാൽ ഇന്റർനെറ്റിലെ ഈ അനാവശ്യ കാര്യങ്ങൾ നീ കണ്ടാസ്വദിക്കൂ. Let us speak. നമുക്ക് സംസാരിക്കാം. Shall we speak and be happy? നമുക്ക് സംസാരിക്കാം, അപ്പോൾ നമുക്ക് സന്തോഷമായിരിക്കും. Like that, sin will speak nicely to us. പാപം നമ്മളോട് ഇങ്ങനെ ഹൃദ്യമായി സംസാരിക്കും. It will be very attractive to us also. നമുക്കും അത് വളരെ വശ്യമായി തോന്നും. It will allure us. അത് നമ്മെ വശീകരിക്കും. It will speak nicely to us. അത് നമ്മളോട് മധുരമായി സംസാരിക്കും. Joab spoke nicely to Amasa. യോവാബ് അമാസയോട് വളരെ മധുരമായി സംസാരിക്കുന്നു. Then what did Joab do? തുടർന്ന് ജോവാബ് എന്ത് ചെയ്തു? He killed Amasa. താൻ അമാസയെ കൊന്നു. Beloved brothers and sisters, പ്രിയ സഹോദരന്മാരെ സഹോദരിമാരെ, sin also will do the same thing to us. പാപവും ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുക. It will speak nicely to us. അത് നമ്മളോട് ഹൃദ്യമായി സംസാരിക്കും. Enjoy the sin. പാപത്തെ ആസ്വദിക്കൂ. Be happy with the sin. പാപം ചെയ്ത് സന്തോഷിക്കൂ. Watch this movie. സിനിമ കാണൂ. Let us speak. നമുക്ക് സംസാരിക്കാം. Watch these unnecessary things in the internet. ഇന്റർനെറ്റിലെ അനാവശ്യ കാര്യങ്ങളെ കാണൂ. Rejoice. ആനന്ദിക്കൂ. Like that, it will speak nicely to us. അങ്ങനെ അത് നമ്മളോട് വളരെ ഹൃദ്യമായ നിലയിൽ സംസാരിക്കും. If we obey to the sin what it says, പാപം നിന്നോട് സംസാരിക്കുന്ന കാര്യങ്ങൾ നീ അനുസരിക്കുമ്പോൾ what will happen to us? എന്തായിരിക്കും നമുക്ക് The സംഭവിക്കുക? sin will kill us. പാപം നമ്മെ വധിക്കും. The sin will kill us. പാപം നമ്മെ കൊല്ലും. It will kill our soul. അത് നമ്മുടെ പ്രാണനെ കൊല്ലും. What do we read in Ezekiel chapter 18? പ്രവചനം 18-ാം അധ്യായം. According to Ezekiel chapter 18 verse 20, what do we read? എസ്കേൽ 18:20 പ്രകാരം നമുക്ക് അവിടെ എന്ത് കാണാം? Sin will kill our soul. പാപം നമ്മുടെ പ്രാണനെ കൊല്ലും. Beloved children of God, പ്രിയ ദൈവമക്കളെ, we have spirit, soul and body. നമുക്ക് ആത്മാവുണ്ട്, പ്രാണനുണ്ട്, ശരീരമുണ്ട്. Soul will not be destroyed. പ്രാണൻ നശിപ്പിക്കപ്പെടാവതല്ല. Soul cannot be destroyed. പ്രാണന് ഒരിക്കലും നാശം വരുന്നില്ല. Body can be destroyed. ശരീരത്തെ നശിപ്പിക്കാം. In the testimony also we heard, സാക്ഷ്യത്തിൽ നമ്മൾ കേട്ടു, God preserved that beloved brother. ദൈവം ആ പ്രിയ സഹോദരനെ സൂക്ഷിച്ചു. But another person he died. പക്ഷേ മറ്റൊരു വ്യക്തി കൊല്ലപ്പെട്ടു. Body can be destroyed. ശരീരത്തെ നശിപ്പിച്ചേക്കാം. But soul cannot be destroyed. പ്രാണനെ നശിപ്പിക്കാനാവില്ല. Praise be to God. ദൈവത്തിന് സ്തോത്രം. But here what do we read? എന്നാൽ ഇവിടെ നമ്മൾ എന്ത് വായിക്കുന്നു? Ezekiel chapter 18 verse 20, what do we read? എസ്കേൽ 18:20 എന്താണ് വായിക്കുന്നത്? Sin will make soul to die. പാപം ദേഹിയെ കൊല്ലുന്നു, മരിപ്പിക്കുന്നു. Sin will by the sin soul will be died. പാപത്താൽ ദേഹി മരിക്കും. Sin will make the soul to die. പാപം പ്രാണനെ മരണത്തിലെത്തിക്കുന്നു. Our soul will die. നമ്മുടെ പ്രാണൻ മരിക്കും. If a person give room for sin in our life, ഒരു വ്യക്തി തന്റെ ജീവിതത്തിൽ പാപത്തിനിടം കൊടുത്താൽ, whosoever that person may be, ആ വ്യക്തി ആരുമായിക്കൊള്ളട്ടെ, his soul will die. തന്റെ ദേഹി മരിക്കും. What does it mean? അതെന്താണ് അർത്ഥം? Soul will die. What does it mean? ദേഹി മരിക്കുമെന്നാൽ അർത്ഥം
എന്ത്? His soul will be separated from God. ദേഹി ദൈവത്തിൽ നിന്ന് എന്നേക്കുമായി അകലും. He will be separated from this fellowship with God. ദൈവവുമായുള്ള സംസർഗത്തിൽ നിന്ന് അകന്നു പോകും. Beloved children of God, പ്രിയ ദൈവമക്കളെ, we have come to the final month of this year. നാം ഈ വർഷത്തിന്റെ അവസാന മാസത്തിൽ Shall വന്നിരിക്കുകയാണല്ലോ. we all examine our life? നമുക്കെല്ലാവർക്കും ജീവിതത്തെ പരിശോധിക്കാം. Graciously, God has given us this month in our life before entering new year. പുതുവർഷത്തിൽ പ്രവേശിക്കും മുമ്പേ കൃപയാൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഈ മാസം തന്നല്ലോ. Shall we all examine our life? നമുക്കെല്ലാം ജീവിതത്തെ പരീക്ഷിക്കാം. Whether any sin is in our life, ഏതെങ്കിലും പാപം നമ്മുടെ ജീവിതത്തിലുണ്ടോ? whether it is small or big, അതാ ചെറുതോ വലുതോ ആയിക്കൊള്ളട്ടെ, any sin is in our life, we have to examine. ഏതെങ്കിലും പാപം ജീവിതത്തിലുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. If we give room for sin in our life, ജീവിതത്തിൽ പാപത്തിനിടം കൊടുത്താൽ it will attract us, അത് നമ്മെ ആകർഷിക്കും, it will allure അത് us, നമ്മെ it വശീകരിക്കും, will speak nicely to us, അത് നമ്മളോട് ഹൃദയ സംഭാഷണം but നടത്തും. it will separate us from God. എന്നാൽ അത് നമ്മെ ദൈവത്തിൽ നിന്ന് It അകറ്റിക്കളയും. will kill our soul. അത് നമ്മുടെ ദേഹിയെ കൊല്ലും, It will deceive us. അത് നമ്മെ ചതിക്കും. Here what do we read? ഇവിടെ എന്ത് വായിക്കുന്നു? Joab deceived Amasa. യോവാബ് അമാസയെ ചതിച്ചു. Amasa was deceived by the words of Joab. അമാസ യോവാബിന്റെ പ്രവൃത്തികളാൽ ചതിച്ചു. Beloved brothers and sisters, പ്രിയ സഹോദരി സഹോദരന്മാർ, don't be deceived by the words of sin. പാപത്തിന്റെ വാക്കുകളാൽ ചതിക്കപ്പെടരുത്. When the sin speak to us, പാപം നമ്മളോട് സംസാരിക്കുമ്പോൾ don't be deceived by the words of sin. പാപത്തിന്റെ വാക്കുകൾ കേട്ട് നീ വഞ്ചിക്കപ്പെടരുത്. Praise be to God. ദൈവത്തിന് സ്തോത്രം. What do we read in 2 Kings chapter 24? രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം 24 അധ്യായത്തിൽ Verse 3, what do we read? മൂന്നാം വാക്യത്തിൽ എന്ത് വായിക്കുന്നു? According to 2 Kings chapter 24, verse 3, what do we read? രണ്ട് രാജാക്കന്മാർ 24 അധ്യായം 3 വാക്യം. മനുഷ്യർ ചെയ്ത സകല പാപങ്ങളും നിമിത്തം യഹൂദയെ തന്റെ സന്നിധിയിൽ നിന്ന് നീക്കിക്കളവാൻ ഇത് യഹോവയുടെ കൽപ്പന പ്രകാരം തന്നെ അവർക്ക് ഭവിച്ചു. Surely the commandment of the Lord came this upon Judah to remove them out of his sight for the sins of Manasseh according to all that he did. Praise be to God. ദൈവത്തിന് സ്തോത്രം. Here what do we read? നാം ഇവിടെ എന്ത് വായിക്കുന്നു? Sin will remove us from his presence. പാപം നമ്മെ തന്റെ സന്നിധിയിൽ നിന്ന് അകറ്റിക്കളയും. If a person give room for sin in his life, ഒരു വ്യക്തി തന്റെ ജീവിതത്തിൽ പാപത്തിനിടം കൊടുത്താൽ, whatever the sin it may be, ആ പാപം എന്തുമായിക്കൊള്ളട്ടെ, if a person give room for sin in his life, ഒരു വ്യക്തി തന്റെ ജീവിതത്തിൽ പാപത്തിനിടം കൊടുക്കുകയാണെങ്കിൽ that sin will remove him from the presence of God. ആ പാപം തന്നെ ദൈവത്തിന്റെ തിരുസന്നിധിയിൽ നിന്ന് അകറ്റിക്കളയും. What do we understand? നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത്? It will remove that person from his presence. What do we understand? അത് ദൈവസന്നിധിയിൽ നിന്ന് ഒരു വ്യക്തി അകറ്റുന്നു എന്ന് പറയുമ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? He will not be interested in the presence of God. അവൻ ദൈവസന്നിധിയിൽ ഒരിക്കലും ഏൽപ്പിക്കപ്പെടുകയില്ല. He will not be interested to come to the presence of നമുക്ക് ആ God. ദൈവസന്നിധിയിൽ വരുവാൻ താല്പര്യമുണ്ടാകില്ല. Even though if that person comes to the presence of God also, അങ്ങനെയുള്ള ആ വ്യക്തി ദൈവസന്നിധിയിൽ വന്നാൽ തന്നെയും he will speak with the neighbor. താൻ അടുത്തിരിക്കുന്ന ആളോട് സംസാരിക്കും. Otherwise he will use the mobile phone. താൻ അവിടെ ഇരുന്നുകൊണ്ട് ആ മൊബൈൽ ഫോൺ നോക്കിക്കൊണ്ടിരിക്കും. Like that, otherwise he will come very late, even though he can come to the meeting, the Sunday service in time also. ഞായറാഴ്ചയിൽ സഭായോഗത്തിനൊക്കെ സമയത്തിന് വരാൻ കഴിയുമെങ്കിൽ തന്നെ He will come late also. താൻ വൈകിയേ വരൂ. What do we understand? നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം. Because the sin will take a person from or remove that person from the presence of God. പാപം ഒരു വ്യക്തിയെ ദൈവസന്നിധിയിൽ നിന്ന് അകറ്റുന്നതിന്റെ ഫലമാണിത്. He will not come to, it will not allow him, the person to come to the Sunday service in time. ഞായറാഴ്ച സഭായോഗത്തിനും കൃത്യസമയത്ത് വരുവാൻ അത് അവനെ അനുവദിക്കില്ല.
Praise be to God. ദൈവത്തിന് സ്തോത്രം. He will not be interested in coming to the meetings also. യോഗങ്ങൾക്ക് വരുവാൻ തനിക്കൊട്ടും താല്പര്യമുണ്ടാകില്ല. Even though he can attend the weekly meetings also, ആഴ്ചയിൽ നടക്കുന്ന മീറ്റിങ്ങുകളിൽ പങ്കെടുക്കാമെങ്കിലും but it will not allow him to attend the meetings, weekly meetings. ആഴ്ചകളിൽ നടക്കുന്ന മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുവാൻ പാപം അവനെ അനുവദിക്കില്ല. Beloved children of God, പ്രിയ ദൈവമക്കളെ, if a person give room for sin in his life, ഒരു വ്യക്തി തന്റെ ജീവിതത്തിൽ പാപത്തെ അനുവദിക്കുന്നുവെങ്കിൽ he will not come to the meeting regularly. താൻ യോഗങ്ങൾക്ക് കൃത്യമായി വരികയില്ല. He will come to the meeting once in a while. താൻ വല്ലപ്പോഴും ഒരിക്കലേ മീറ്റിങ്ങിന് വരൂ. Praise be to God. ദൈവത്തിന് സ്തോത്രം. We should not allow any sin in our life. നമ്മുടെ ജീവിതത്തിൽ യാതൊരുവിധ പാപത്തെയും നമ്മൾ അനുവദിക്കരുത്. Yes, we should not allow any sin in our life. ഒരു പാപത്തിനും നമ്മുടെ ജീവിതത്തിൽ ഇടമുണ്ടാകരുത്. If we allow any sin in our life, ഏതെങ്കിലും പാപത്തിന് ജീവിതത്തിൽ ഇടം കൊടുത്താലോ our soul will die. നമ്മുടെ പ്രാണൻ മരിക്കും. That means we will be separated from God. അർത്ഥമെന്തെന്നാൽ നാം ദൈവത്തിൽ നിന്ന് വേർപെടുത്തപ്പെടും. We will be separated from the presence of God. നാം ദൈവസന്നിധിയിൽ നിന്ന് വേർപെട്ടു പോകും. We will be separated from God. നാം ദൈവത്തിൽ നിന്ന് അകന്നു പോകും. In this world we will be separated from God. ഈ ലോകത്തിൽ നാം ദൈവത്തിൽ നിന്ന് അകലുകയും After our death also നമ്മുടെ മരണത്തിന് ശേഷവും we will be separated from God eternally. നാം നമ്മുടെ ദൈവത്തിൽ നിന്ന് എന്നേക്കുമായി വേർപെട്ടു പോകും. That means that person will go to hell. അതിന്റെ അർത്ഥം എന്തെന്നാൽ ആ വ്യക്തി നരകത്തിൽ പോകും. Sin will give pleasure in this world, ലോകത്തിൽ പാപം നമുക്ക് ഇൻപങ്ങൾ തന്നേക്കാം. but that sin will give pain in the eternity. എന്നാൽ വരുവാനുള്ള നിത്യതയിൽ പാപം നമുക്ക് തരുന്നത് വേദനയായിരിക്കും. Therefore we should not give room for any sin in our life. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു പാപത്തിന് നമ്മൾ ഇടം കൊടുക്കരുത്. Yes, God should preserve each and every one of us from sin. പാപത്തിൽ നിന്ന് ദൈവം നമ്മെ ഓരോരുത്തരെയും കാത്തു സൂക്ഷിക്കുമാറാകട്ടെ. No one should be deceived by any sin. ഒരു വ്യക്തിയും ഒരു പാപത്താലും ചതിക്കപ്പെടരുത്. No one should be deceived by any sin. ആരും ഒരുവിധ പാപത്താലും വഞ്ചിക്കപ്പെടരുത്. Yes, no one should give room for any sin in their life. ആരും തങ്ങളുടെ ജീവിതത്തിൽ യാതൊരുവിധ പാപത്തിനും ഇടം കൊടുക്കരുത്. God should preserve everyone from sin. ദൈവം എല്ലാവരെയും പാപത്തിൽ നിന്ന് സൂക്ഷിക്കട്ടെ. Yes, if any sin in anyone's life, ആരുടെയെങ്കിലും ജീവിതത്തിൽ ഏതെങ്കിലും പാപമുണ്ടെങ്കിൽ they should repent. അവൻ അനുതപിക്കണം. Yes, God should help them to repent. മനസ്സാന്തരപ്പെടുവാൻ ദൈവം അവരെ സഹായിക്കട്ടെ. Yes, God should help everyone to get rid of every sin in their life. തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പാപത്തെ ദൂരീകരിക്കുവാൻ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. Yes, God should preserve everyone from sin. Father, shall we all praise God? ദൈവം എല്ലാവരെയും പാപത്തിൽ നിന്ന് സൂക്ഷിക്കേണ്ടതിനായി നമുക്ക് ചേർന്ന് സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം ആണ്ടവരേ. Hallelujah, hallelujah. Praise the Lord. Hallelujah, hallelujah. സ്തോത്രം ആണ്ടവരേ. Praise the Lord, praise the Lord. Our God has delivered us from sin. Father, shall we all praise God? നമ്മുടെ ദൈവം നമ്മെ പാപത്തിൽ നിന്ന് വിടുവിച്ചിരിക്കുകയാൽ എല്ലാവരും ചേർന്ന് സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. Once we were sinners, നാം ഒരിക്കൽ പാപികളായിരുന്നു. our God has saved us. നമ്മുടെ ദൈവം നമ്മെ രക്ഷിച്ചു. Our God has redeemed us from sin. നമ്മുടെ ദൈവം നമ്മെ പാപത്തിൽ നിന്ന് വീണ്ടെടുത്തു. Our God has delivered us from sin. നമ്മുടെ ദൈവം നമ്മെ പാപത്തിൽ നിന്ന് വീണ്ടെടുത്തു. Deliver us from sin. He died on the cross of Calvary. പാപത്തിൽ നമ്മെ വിടുവിക്കുവാൻ യേശു കാൽവരി ക്രൂശിൽ മരിച്ചു. If Jesus Christ had not died on the cross of Calvary, യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചില്ലായിരുന്നുവെങ്കിൽ we would not have got deliverance from sin. നമുക്ക് ആ പാപത്തിൽ നിന്ന് ഒരിക്കലും സ്വാതന്ത്ര്യം ലഭിക്കുമായിരുന്നില്ല. Because of Jesus Christ died on the cross of Calvary, യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരണമേറ്റെടുത്തതിനാൽ we have been
delivered from sin. നാം പാപത്തിൽ നിന്ന് സ്വതന്ത്രരായി Those who believe the cross of Calvary, കാൽവരി ക്രൂശിനെ വിശ്വസിക്കുന്നവർ, those who look at the cross of Calvary, കാൽവരി ക്രൂശിലേക്ക് നോക്കുന്നവർ, if they confess their sin, അവർ പാപങ്ങൾ ഏറ്റുപറയുന്നുവെങ്കിൽ they will get deliverance from sin. അവർക്ക് ആ പാപത്തിൽ നിന്ന് വിടുതൽ ലഭിക്കുന്നു. There is power on the cross of Calvary. കാൽവരി ക്രൂശിൽ ശക്തിയുണ്ട്. Still there is power on the cross of Calvary. ഇപ്പോഴും കാൽവരി ക്രൂശിൽ ശക്തിയുണ്ട്. Jesus Christ died on the cross of Calvary 2000 years back. 2000 വർഷങ്ങൾക്ക് മുൻപേ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരണം വരിച്ചു. Then how still there will be power on the cross of Calvary? എങ്ങനെയെങ്കിൽ ഇപ്പോഴും ഇങ്ങനെ ആ കാൽവരി ക്രൂശിൽ ആ ശക്തിയുണ്ട്. Who died on the cross of Calvary? കാൽവരി ക്രൂശിൽ മരിച്ചതാര്? Jesus Christ took the form of mankind and died on the cross of Calvary. യേശു ക്രിസ്തു മനുഷ്യാരൂപം ധരിച്ചുകൊണ്ട് ക്രൂശിൽ മരണം വരിച്ചു. Eternal God died on the cross of Calvary. കാൽവരി ക്രൂശിൽ മരിച്ചതാ നിത്യനായ ദൈവമാണ്. Because of eternal God died on cross of Calvary, നിത്യനായ ദൈവം കാൽവരി ക്രൂശിൽ മരിച്ചതുകൊണ്ട് still there is power on the cross of Calvary. ആ കാൽവരി ക്രൂശിന് ഇപ്പോഴും ശക്തിയുണ്ട്. Those who believe that power which is on the cross of Calvary, കാൽവരി ക്രൂശിലുള്ള ശക്തിയെ വിശ്വസിക്കുന്നവർ, those who look at the cross of Calvary, കാൽവരി ക്രൂശിലേക്ക് കണ്ണുകൾ ഉയർത്തുന്നവർ, they will get deliverance from sin. അവർ പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കും. The power which is on the cross of Calvary has delivered us from sin. കാൽവരി ക്രൂശിൽ വെളിപ്പെട്ട ആ ദൈവശക്തി നമ്മെ പാപത്തിന്റെ ശക്തിയിൽ നിന്ന് വിടുവിച്ചു. We have been saved from sin. നാം പാപത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു. Our God has saved us from sin. നമ്മുടെ ദൈവം നമ്മെ പാപത്തിൽ നിന്ന് രക്ഷിച്ചു. Father, shall we all praise God? അതിനായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. Stotram, stotram ആണ്ടവരേ, stotram, stotram, stotram. Hallelujah, stotram ആണ്ടവരേ, stotram, 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 stotram. തന്ത്രി കരുണയത്രയോ അതിവിശിഷ്ടം തൻ സ്നേഹം ആശ്ചര്യമേ എന്നകത്യങ്ങളുമെല്ലാം അകറ്റി തന്റെ സ്നേഹത്താൽ എന്നകത്യങ്ങളുമെല്ലാം അകറ്റി തന്റെ സ്നേഹത്താൽ യേശുമാരാത്തവൻ 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 നല്ലവൻ ഇന്നുമെന്നും കൂടെയുള്ളവൻ യേശുമാരാത്തവൻ 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 നല്ലവൻ ഇന്നുമെന്നും കൂടെയുള്ളവൻ കരുണയെത്രയോ അതിവിശിഷ്ടം തൻ സ്നേഹമാശ്ചര്യമേ Hallelujah, hallelujah, amen. Hallelujah. ഹല്ലേലൂയ. Praise be to God. ദൈവത്തിന് സ്തോത്രം. What does Jesus Christ say? കർത്താവായ യേശുക്രിസ്തു എന്താകുന്നു പറയുന്നത്?
I am the light of the world. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. In which situation he told that I am the light of the world? ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് യേശു പറയുന്ന സന്ദർഭം എന്താണ്? When in the above verses when we read, അതിന്റെ മുകളിലുള്ള വാക്യങ്ങൾ വായിക്കുന്നു. when we read, Jesus Christ sat on the temple. കർത്താവായ യേശു ആലയത്തിലായിരുന്നപ്പോൾ At the time scribes and Pharisees brought unto him a sinful woman. ന്യായശാസ്ത്രികളും പരീശന്മാരും ഒരു പാപിയായ സ്ത്രീയെ തന്റെ അടുക്കൽ കൊണ്ടുവന്നു. At the time finally what do we read? അതിന്റെ എല്ലാം കഴിഞ്ഞ ഒടുവിലുള്ള ഭാഗം നമ്മൾ എന്ത് കാണുന്നു? Jesus Christ told her, go and sin no more. യേശു ക്രിസ്തു അവളോട് പറഞ്ഞു, പോക, ഇനി പാപം ചെയ്യരുത്. What do we understand? എന്താകുന്നു നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? See, Jesus Christ forgave her sin. യേശു ക്രിസ്തു അവളുടെ പാപങ്ങളെ ക്ഷമിച്ചു. Jesus Christ forgave her sin. അവളുടെ പാപങ്ങളെല്ലാം യേശു അവളോട് ക്ഷമിച്ചു. After forgiving her sin, അവളുടെ പാപങ്ങളെ ക്ഷമിച്ചതിന് ശേഷം what does Jesus Christ say? യേശു ക്രിസ്തു എന്താകുന്നു പറയുന്നത്? I am the light of the world. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. What do we understand? അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? What light Jesus is? യേശു ക്രിസ്തു എങ്ങനെയുള്ള വെളിച്ചമാകുന്നു? What type of light he is? കർത്താവായ യേശു ക്രിസ്തു ഏത് വിധത്തിലുള്ള വെളിച്ചമാകുന്നു? He is not an ordinary light. താൻ ഒരു സാധാരണ വെളിച്ചമല്ല. What do we understand from the light of Jesus? യേശുവിന്റെ വെളിച്ചത്തിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? After forgiving her, അവളോട് ക്ഷമിച്ച ശേഷം what does Jesus Christ say? യേശു ക്രിസ്തു എന്ത് പറയുന്നു? I am the light of the world. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. What do we understand? നാം എന്ത് മനസ്സിലാക്കണം? Jesus Christ is not an ordinary light. യേശു ക്രിസ്തു ഒരു സാധാരണ വെളിച്ചമല്ല. He is the forgiving light. താൻ ക്ഷമിക്കുന്ന വെളിച്ചം. After forgiving her, അവളോട് ക്ഷമിച്ചതിന് he ശേഷം told, I am the light of the world. യേശു പറയുന്നു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. He is the forgiving light. താൻ ക്ഷമിക്കുന്ന വെളിച്ചമാകുന്നു. His light, there is forgiving character in his light. തന്റെ ആ വെളിച്ചത്തിൽ ക്ഷമിക്കുന്ന സ്വഭാവം എന്ന വെളിച്ചമുണ്ട്. What type of light he is? യേശു ഏത് വിധത്തിലുള്ള വെളിച്ചം? Forgiving light. ക്ഷമിക്കുന്ന വെളിച്ചം. If that light shine upon us, ആ വെളിച്ചം നമ്മുടെ ജീവിതത്തിൽ പ്രകാശിക്കുമ്പോൾ we also will manifest light in our life. നാം നമ്മുടെ ജീവിതത്തിൽ ആ വെളിച്ചത്തെ പ്രദർശിപ്പിക്കും. We will also become light. നാമും വെളിച്ചമായി മാറും. We also will reveal that light. നാമും ആ വെളിച്ചത്തെ വെളിപ്പെടുത്തും. Praise be to God. ദൈവത്തിന് സ്തോത്രം. Beloved children of God, പ്രിയ ദൈവമക്കളെ, Jesus Christ is the forgiving light. യേശു ക്രിസ്തു ക്ഷമിക്കുന്ന വെളിച്ചമാകുന്നു. If that light shine upon us, ആ വെളിച്ചം നമ്മുടെ മേൽ പ്രകാശിച്ചാൽ, if we be united with light Jesus, വെളിച്ചമായ യേശുവിനോട് നമ്മൾ ഏകീഭവിച്ചാൽ, if we have fellowship with that light Jesus, വെളിച്ചമായ യേശുവിനോട് നമുക്ക് കൂട്ടായ്മയുണ്ടായാൽ, if we be united with that light Jesus, വെളിച്ചമായ യേശുവിനോട് നമ്മൾ ഏകീഭവിച്ചാൽ, we will have the character of Jesus. നമുക്ക് യേശുവിന്റെ ആ ദിവ്യ സ്വഭാവം ഉണ്ടാകും. We will also have the character of the light Jesus. വെളിച്ചമായ യേശുവിന്റെ സ്വഭാവം നമ്മിലും ഉണ്ടാകും. What is the character of that light Jesus? വെളിച്ചമെന്ന യേശുവിന്റെ സ്വഭാവം എന്ത്? Forgiving character. ക്ഷമിക്കുന്ന സ്വഭാവം. If we be united with Jesus, നാം യേശുവിനോട് ഒത്തുചേർന്നിരുന്നാൽ, we have fellowship with Jesus, നമുക്ക് യേശുവിനോട് സംസർഗമുണ്ടായാൽ, we can also forgive others. നമുക്കും മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ കഴിയും. Jesus Christ has the character of forgiving others. കർത്താവായ യേശുക്രിസ്തുവിന് മറ്റുള്ളവരോട് ക്ഷമിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. What is the character of Jesus? എന്താണ് യേശുവിന്റെ സ്വഭാവം? Forgiving character. ക്ഷമിക്കുന്ന സ്വഭാവം. Beloved children of God, പ്രിയ ദൈവമക്കളെ, if we have fellowship with Jesus, നമുക്ക് ആ യേശുവിനോട് കൂട്ടായ്മയുണ്ടെങ്കിൽ,
we will have the character of Jesus. നമുക്ക് യേശുവിന്റെ സ്വഭാവം ഉണ്ടായിരിക്കും. What is the character of Jesus? എന്താകുന്നു യേശുവിന്റെ സ്വഭാവം? Forgiving character. ക്ഷമിക്കുന്ന സ്വഭാവം. If we have good fellowship with Jesus, നമുക്ക് യേശുവിനോട് ശരിയായ സംസർഗമുണ്ടെങ്കിൽ we will forgive others. നാം മറ്റുള്ളവരോട് ക്ഷമിക്കും. We can forgive others. നമുക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ കഴിയും. We have fellowship with Jesus. നമുക്ക് യേശുവിനോട് കൂട്ടായ്മയുണ്ടായിരിക്കും. We have, but we need to have good fellowship with Jesus. നമുക്ക് പക്ഷേ യേശുവിനോട് അടുത്ത സമ്പർക്കമുണ്ടാകണം. All of us we have fellowship with Jesus, നമുക്ക് എല്ലാവർക്കും യേശുവിനോട് ബന്ധമുണ്ട് തന്നെ. but we need to have good fellowship with Jesus Christ. എന്നാൽ നമുക്ക് യേശുക്രിസ്തുവുമായിട്ട് അടുത്ത സംസർഗമുണ്ടാകണം. We need to have proper fellowship with Jesus Christ. ഉചിതമായ കൂട്ടായ്മ നമുക്ക് യേശുക്രിസ്തുവുമായിട്ടുണ്ടായിരിക്കണം. Then only we can forgive others. എങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ കഴിയൂ. Beloved brothers and sisters, ഞങ്ങളുടെ പ്രിയ സഹോദരി സഹോദരന്മാരെ, before entering new year, പുതുവർഷത്തിൽ കടക്കും മുമ്പേ shall we all examine our life? നമുക്ക് ദയവായി നമ്മുടെ ജീവിതത്തെ പരിശോധിക്കാം. Have we forgiven everyone? നാം എല്ലാവരോടും ക്ഷമിച്ചു കഴിഞ്ഞിട്ടുണ്ടോ? Are we speaking with everyone? നാം എല്ലാവരോടും സംസാരിക്കുന്നുണ്ടോ? Have we forgiven all? എല്ലാവരോടും നമുക്ക് ക്ഷമിക്കാൻ കഴിഞ്ഞോ? Can our heart say we have forgiven everyone? എല്ലാവരോടും ക്ഷമിക്കുവാൻ കഴിഞ്ഞു എന്ന് നമ്മുടെ ഹൃദയത്തിന് പറയുവാൻ കഴിയുമോ? We have to examine our life. നാം നമ്മുടെ ജീവിതത്തെ പരിശോധിക്കണം. We have to forgive everyone. നാം എല്ലാവരോടും ക്ഷമിക്കേണ്ടിയിരിക്കുന്നു. Yes, we must forgive everyone. നാം തീർച്ചയായും എല്ലാവരോടും ക്ഷമിച്ചിരിക്കണം. Whosoever that person may be, ആ വ്യക്തി ആരുമാകട്ടെ, we should forgive them. നാം ക്ഷമിക്കണം. All of us very well know one truth. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സത്യം. When we come to Philippians chapter 3, ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം, when we read verses 13 and 14, 13-14 വാക്യങ്ങൾ kindly read that verse. വായിക്കാം. Brethren, I count not myself to have apprehended, but this one thing I do, forgetting those things which are behind, and reaching forth unto those things which are before, I press toward the mark for the prize of the high calling of God in Christ Jesus. സഹോദരന്മാരെ, ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ ബിരുദനായി ലാക്കിലേക്ക് ഓടുന്നു. Praise be to God. ദൈവത്തിന് സ്തോത്രം. What do we understand from this verse? ഈ വേദഭാഗത്തിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? Forgetting those things which are behind. പിൻപിലുള്ളതിനെ മറന്നുകൊണ്ട് What do we learn from this? What do we understand from this verse? ഈ വേദഭാഗത്തിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? If anyone they have done against us, നമുക്ക് എതിരായി ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, whatever the evil things they have done against us, അവർ നമുക്കെതിരായി ചെയ്ത ദോഷം എന്തുമാകട്ടെ, perhaps they might have spoken evil against us, ഒരുപക്ഷെ അവർ നമ്മളെ ദുഷിച്ച് സംസാരിച്ചിരിക്കാം. they might have done evil against us, അവർ നമുക്കെതിരായി ദോഷത്തിനായി തിരിഞ്ഞിരിക്കാം. whatever the things they might have done against us, അവർ നമുക്ക് വിരുദ്ധമായി ചെയ്ത കാര്യങ്ങൾ എന്ത് തന്നെയായിരിക്കും, we should forget that things. നമ്മൾ ആ കാര്യം മറക്കണം. We should forgive them and forget the things which they have done against us. നാം അവരോട് ക്ഷമിക്കുകയും അവർ നമുക്കെതിരായി ചെയ്ത കാര്യങ്ങളെല്ലാം മറന്നു കളയുകയും വേണം. We should not some they will not forget what they have done against them. ചിലർ മറ്റുള്ളവർക്കെതിരായി ചെയ്ത കാര്യങ്ങളെ അവരൊരിക്കലും മറന്നു കളയുന്നില്ല. Even though the years passed also, വർഷങ്ങൾ കടന്നുപോയാലും they will not forget what they have done against them. അവർ ചെയ്തതായ കാര്യങ്ങളെ അവർ ഒരിക്കലും മറന്നു കളയുന്നില്ല. Years passed also, വർഷങ്ങൾ കടന്നുപോയി കഴിഞ്ഞിരിക്കും. they will speak the things what they have done against them. അവർ മറ്റു ചെയ്തതായ ഇതിനായി ചെയ്ത കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും.
Praise be to God. ദൈവത്തിന് സ്തോത്രം. We have to forgive and forget the things what they have done against us. അവർ നമുക്കെതിരായി ചെയ്ത കാര്യങ്ങളെ ക്ഷമിച്ചിട്ട് നാം അത് മറന്നു കളക തന്നെ വേണം. Oh, whosoever that person may be, ആ വ്യക്തി ആരായിരുന്നാലും we should forgive them. നാം അവരോട് ക്ഷമിക്കണം. We should forget the things which they have done against us. അവർ നമുക്ക് വിരോധമായി ചെയ്തതെല്ലാം നമ്മൾ മറന്നു കളയണം. What do we understand from this verse? ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കാനാകുന്നത്? If we do not forget and forgive what they have done against us, അവർ നമുക്കെതിരായി ചെയ്ത കാര്യങ്ങളെ ക്ഷമിച്ച് നമ്മളത് മറന്നു കളയുന്നില്ല എങ്കിൽ yes, what will happen to us? നമുക്കെന്താണ് സംഭവിക്കുക? When we come to Hebrews chapter 8 verse 12, എബ്രായർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 12-ാം വാക്യത്തിൽ വരുമ്പോൾ from that verse what do we understand? ആ തിരുവെഴുത്തിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? We have to forget the things what they have others they have done against us. മറ്റുള്ളവർ നമുക്കെതിരായി ചെയ്ത പാപങ്ങളെല്ലാം നമ്മൾ മറന്നു കളയണം. We have to forgive them. നാം അവരോട് ക്ഷമിക്കണം. We should forget the things what they have done against us. അവർ നമുക്ക് വിരോധമായി ചെയ്ത കാര്യങ്ങൾ മറന്നു കളയണം. We should not remember the things what they have done against us. അവർ നമുക്കെതിരായി ചെയ്ത കാര്യങ്ങൾ ഇനി നമ്മൾ ഓർക്കരുത്. We should not remember the things words what they have spoken against us. അവർ നമുക്ക് വിരോധമായി സംസാരിച്ചതൊന്നും നമ്മൾ ഓർക്കരുത്. We should forget and forgive them. നാം അവരോട് ക്ഷമിച്ചത് മറന്നു കളയണം. If we do not forgive and forget the things what they have done against us, അവർ നമുക്കെതിരായി ചെയ്ത കാര്യങ്ങൾ ക്ഷമിച്ച് നമ്മളത് മറക്കുന്നില്ല എങ്കിൽ what will happen to us? നമുക്ക് എന്താണ് സംഭവിക്കുക? According to verse 14, 14-ാം വാക്യപ്രകാരം Philippians chapter 3 verse 14, ഫിലിപ്പിയർ 3:14 what do we understand? നമ്മൾ എന്ത് മനസ്സിലാക്കുന്നു? We can't reach our destination. നമുക്ക് നമ്മുടെ ലാക്കിലെത്തുവാനാവില്ല. We can't reach our goal. നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലെത്തുവാൻ സാധിക്കില്ല. We can't receive the prize. നമുക്ക് നമ്മുടെ ബിരുദം പ്രാപിക്കുവാനാവില്ല. We can't reach the mark for the prize. പരമവിളിയുടെ ബിരുദിലേക്ക് ലാക്കിലേക്ക് എത്തുവാൻ സാധ്യമല്ല. We can't reach our destination. നമുക്ക് നമ്മുടെ ലക്ഷ്യത്തെ എത്തുവാൻ സാധിക്കില്ല. What is our destination? എന്താണ് നമ്മുടെ ലാക്ക്? Heaven. സ്വർഗം. We should reach heaven. നാം സ്വർഗത്തിലെത്തണം. What is our destination? എന്താണ് നമ്മുടെ ലക്ഷ്യസ്ഥാനം? New Jerusalem. പുതിയ യെരൂശലേം. What is our destination? എന്താണ് നമ്മുടെ ലക്ഷ്യസ്ഥാനം? Zion. സിയോൻ. Zion and New Jerusalem are our destination. പുതിയ യെരൂശലേമും സിയോനുമാണ് നമ്മുടെ ലക്ഷ്യസ്ഥാനം. We are running towards New Jerusalem and Zion. നാം പുതിയ യെരൂശലേമിനെയും സിയോനെയും ലാക്കാക്കി ഓടുന്നു. We are pressing towards New Jerusalem and Zion. നാം പുതിയ യെരൂശലേമിലേക്കും സിയോനിലേക്കും നമ്മുടെ ഓട്ടം തുടരുന്നു. We are traveling towards heaven. നാം സ്വർഗത്തെ ലാക്കാക്കി യാത്ര ചെയ്യുന്നു. From this verse, what do we understand? ഈ തിരുവെഴുത്തിൽ നിന്ന് എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്? According to Philippians chapter 3 verses 13 and 14, what do we understand? ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 13-14 വാക്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കണം. If a person do not forget and forgive the things what the others they have done against them, ഒരു വ്യക്തി മറ്റുള്ളവർ തനിക്ക് വിരോധമായി ചെയ്തതായ കാര്യങ്ങളെല്ലാം ക്ഷമിച്ച് താൻ അത് മറന്നു കളയുന്നില്ല എങ്കിൽ whosoever that person may be, ആ വ്യക്തി ആരായിരുന്നാൽ തന്നെയും according to verse 14, 14-ാം വാക്യപ്രകാരം that person cannot enter New Jerusalem and Zion. ആ വ്യക്തി പുതിയ യെരൂശലേമിലോ സിയോനിലോ പ്രവേശിക്കില്ല. I am not telling. ഞാനല്ല പറയുന്നത്. Verse 14 only is saying like that. ഈ വേദഭാഗം 14-ാം വാക്യമാണെന്ന് പറയുന്നത്. Whosoever that person may be, ആ വ്യക്തി ആര് തന്നെയായിരുന്നാലും if a person do not forgive others, ഒരു വ്യക്തി മറ്റുള്ളവരോട് ക്ഷമിക്കുന്നില്ല എങ്കിൽ, if a person do not forget the things what others they have done against them, മറ്റുള്ളവർ അവർക്ക് വിരോധമായി ചെയ്ത കാര്യങ്ങൾ ഈ വ്യക്തി മറക്കുന്നില്ല എങ്കിൽ, that person cannot enter heaven. ആ വ്യക്തി സ്വർഗത്തിൽ കടക്കുകയില്ല. That person cannot enter
enter glory. ആ വ്യക്തി തേജസ്സിൽ പ്രവേശിക്കില്ല. That person cannot enter New Jerusalem. ആ വ്യക്തി പുതിയ യെരൂശലേമിൽ കടക്കില്ല. That person cannot enter Zion. ആ വ്യക്തി സിയോനിൽ പ്രവേശിക്കില്ല. Beloved children of God, പ്രിയ ദൈവമക്കളെ, we must forgive others. നാം മറ്റുള്ളവരോട് ക്ഷമിക്കണം. Who can forgive others? ആർക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കാൻ? All cannot forgive others. എല്ലാവർക്കും ക്ഷമിക്കാനാവില്ല. All who can forgive others? ക്ഷമിക്കാൻ കഴിയുന്നത് If ആർക്ക്? the light of Jesus shine upon us. യേശുവിന്റെ വെളിച്ചം നമ്മുടെ മേൽ പ്രകാശിച്ചാൽ, If the forgiving light of Jesus shine upon a person. യേശുവിന്റെ ക്ഷമിക്കുന്ന വെളിച്ചം ഒരാളുടെ മേൽ പ്രകാശിച്ചാൽ, If a person united with the light of Jesus Christ. ഒരു വ്യക്തി യേശുക്രിസ്തുവിന്റെ വെളിച്ചത്തോട് താദാത്മ്യം പ്രാപിച്ചാൽ, If a person has fellowship with Jesus. ഒരു വ്യക്തിക്ക് യേശുവിനോട് കൂട്ടായ്മയുണ്ടായാൽ, Hey, all of us we have fellowship with Jesus. നമുക്ക് എല്ലാവർക്കും യേശുവുമായിട്ട് കൂട്ടായ്മയുണ്ട്. But if we have proper fellowship with Jesus. എന്നാൽ യേശുവുമായുള്ള യഥാവിധിയുള്ള സംസർഗമുണ്ടെങ്കിൽ, If we have good fellowship with Jesus. നമുക്ക് യേശുവുമായിട്ട് ഉറ്റബന്ധമുണ്ടെങ്കിൽ, That person only can forgive others. ആ വ്യക്തിക്ക് മാത്രമേ ക്ഷമിക്കാൻ കഴിയൂ. All cannot forgive others. എല്ലാവർക്കും ക്ഷമിക്കാനാവില്ല. All cannot forget what they have done against them. തങ്ങളോട് ചെയ്തതായ കാര്യങ്ങൾ മറക്കുവാൻ എല്ലാവർക്കുമാവില്ല. Those who have good fellowship with Jesus, യേശുവുമായിട്ട് ഉറ്റ സംസർഗമുള്ളവർക്ക് they only can forgive others. അവർക്ക് മാത്രമേ മറ്റുള്ളവരോട് ക്ഷമിക്കാൻ കഴിയൂ. They only forget the things what they have done against them. തങ്ങൾക്കെതിരായി ചെയ്ത കാര്യങ്ങൾ അവർ മാത്രമേ മറക്കൂ. Beloved brothers and sisters, പ്രിയ സഹോദരി സഹോദരന്മാരെ, do you want to enter heaven? നിനക്ക് സ്വർഗത്തിൽ പോകണമോ? If you want to enter heaven, we must forgive others. നിനക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ ഒന്നാമത് മറ്റുള്ളവരോട് നീ ക്ഷമിക്കൂ. You should forgive your husband. നീ നിന്റെ ഭർത്താവിനോട് ക്ഷമിക്കണം. Don't complain about your husband. ഭർത്താവിനെ കുറിച്ച് പരാതിപ്പെട്ടുകൊണ്ടിരിക്കരുത്. You should forgive your wife. നീ നിന്റെ ഭാര്യയോട് ക്ഷമിക്കണം. You should forgive your mother-in-law, father-in-law. നിന്റെ അമ്മാവിയമ്മയോടും അമ്മായിയപ്പനോടും നീ ക്ഷമിക്കണം. Perhaps your neighbors may be working against you. ഒരുപക്ഷേ നിന്റെ അയൽക്കാർ നിനക്ക് വിരോധമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കാം. You must forgive your neighbor. നിന്റെ അയൽക്കാരനോട് നീ ക്ഷമിക്കണം. Perhaps your colleagues may be working against you. സഹപ്രവർത്തകരും നിനക്ക് വിരോധമായി പ്രവർത്തിച്ചേക്കാം. You must forgive your neighbors. നീ നിന്റെ അയൽക്കാരോടും ക്ഷമിക്കേണ്ടത് ആവശ്യം. Whosoever that person may be. ആ വ്യക്തി ആരുമാകട്ടെ, We must forgive everyone. നാം ഓരോരുത്തരോടും ക്ഷമിക്കണം. Yeah, we must forgive all. നാം എല്ലാവരോടും ക്ഷമിക്കണം. We should not remember the things what they have done against us. അവർ നമുക്ക് വിരോധമായി ചെയ്ത കാര്യങ്ങൾ നമ്മൾ ഓർമ്മയിൽ വയ്ക്കരുത്. Before entering new year, പുതിയ വർഷത്തിൽ പ്രവേശിക്കും മുമ്പേ we should forget all the things what others they have done against us. മറ്റുള്ളവർ നമുക്ക് വിരോധമായി ചെയ്തതെല്ലാം നമുക്ക് മറന്നു കളയാം. Whatever the things what they have done against us, അവർ നമുക്ക് വിരോധമായി ചെയ്ത കാര്യങ്ങൾ എന്ത് തന്നെ ആയിരിക്കും, we must forgive. We must forget. നാം അത് മറക്കണം. Praise be to God. ദൈവത്തിന് സ്തോത്രം. Then only we can reach Zion. അങ്ങനെയെങ്കിൽ മാത്രമേ നമുക്ക് സിയോനിലെത്താനാവൂ. Then only we can enter New Jerusalem. എങ്കിൽ മാത്രമേ നമ്മൾ പുതിയ യെരൂശലേമിൽ കടക്കൂ. Then only we can enter heaven. അപ്പോൾ മാത്രമേ നമ്മൾ സ്വർഗത്തിൽ ചെല്ലൂ. Then only we can be with forgiving Jesus in the eternity. അപ്പോൾ മാത്രമേ ക്ഷമിക്കുന്ന യേശുവിനോടുകൂടെ നാം നിത്യതയിൽ കാണപ്പെടൂ. Jesus Christ has the character of forgiving. കർത്താവായ യേശുവിന് ക്ഷമിക്കുന്ന സ്വഭാവമുണ്ട്. Who can be with Jesus in the eternity? നിത്യതയിൽ ആര് യേശുവിനോടൊപ്പമായിരിക്കും? Those who have the character of forgiving others can only be with Jesus in the eternity. മറ്റുള്ളവരോട് ക്ഷമിക്കുന്ന സ്വഭാവമുള്ളവർ മാത്രമേ നിത്യതയിൽ യേശുവിനോടൊപ്പമായിരിക്കൂ. Have we forgiven everyone? നാം എല്ലാവരോടും ക്ഷമിച്ചിട്ടുണ്ടോ? Have we forgotten all the things what the others they have done against us? മറ്റുള്ളവർ നമുക്ക് വിരുദ്ധമായി ചെയ്ത കാര്യങ്ങളെല്ലാം നമ്മൾ മറന്നു കഴിഞ്ഞിട്ടുണ്ടോ?
If we are not able to forgive others, മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ that means our fellowship is not good with Jesus. നമുക്ക് ആ യേശുവുമായുള്ള സംസർഗം കൂട്ടായ്മ യഥാവിധിയല്ല. We need to have good fellowship with Jesus, then only we can forgive others. നമുക്ക് ആ യേശുവുമായിട്ട് ശരിയായ ബന്ധമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ കഴിയൂ. Praise be to God. ദൈവത്തിന് സ്തോത്രം. When we come to 2 Corinthians chapter 2, 2 കൊരിന്ത്യർ 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ when we read verses 10 and 11, 10-11 വാക്യങ്ങൾ. 2 Corinthians chapter 2, kindly read verses 10 and 11. 2 കൊരിന്ത്യർ 2-ാം അധ്യായം 10-11 വാക്യങ്ങൾ ദയവായി വായിക്കാം. നിങ്ങൾ വല്ലതും ക്ഷമിക്കുന്നവനോട് ഞാനും ക്ഷമിക്കുന്നു. എന്നാൽ ഞാൻ വല്ലതും ക്ഷമിച്ചിരിക്കുന്നു എങ്കിൽ നിങ്ങൾ നിമിത്തം ക്രിസ്തുവിന്റെ സന്നിധാനത്തിൽ ക്ഷമിച്ചിരിക്കുന്നു. സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്. അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ. To whom ye forgive anything, I forgive also. For if I forgive anything, to whom I forgive it, for your sakes forgive I it in the person of Christ, lest Satan should get an advantage of us, for we are not ignorant of his devices. Praise be to God. ദൈവത്തിന് സ്തോത്രം. All of us very well know this truth. നമുക്കെല്ലാവർക്കും ഈ സത്യം സുപരിചിതമാണ്. What do we understand from this truth? ഈ സത്യത്തിൽ നിന്ന് നമ്മൾ എന്താണ് ഗ്രഹിക്കുന്നത്? If a person do not forgive others, ഒരു വ്യക്തി വേറെ മറ്റൊരുത്തനോട് ക്ഷമിക്കുന്നില്ല എങ്കിൽ what will happen to that person? ആ വ്യക്തിക്ക് എന്ത് സംഭവിക്കുന്നു? What do we understand from this verse? ഈ തിരുവെഴുത്തിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? If a person do not forgive others, ഒരു വ്യക്തി മറ്റുള്ളവരോട് ക്ഷമിക്കുന്നില്ല എങ്കിൽ devil will do harm to that person. പിശാച് ആ വ്യക്തിക്ക് ദോഷം വരുത്തും. Satan will do harm to a person. സാത്താൻ ആ വ്യക്തിക്ക് ദോഷം വരുത്തും. Praise be to God. ദൈവത്തിന് സ്തോത്രം. Some believers, what they are telling, ചില വിശ്വാസികൾ എന്താണ് അവർ പറയുന്നത്? generally I am telling, ഞാൻ പൊതുവിൽ പറയുകയാണ്. some believers, what they are telling, ചില വിശ്വാസികൾ അവരെന്ത് പറയുന്നു? we have been affected by witchcraft. ഞങ്ങൾക്ക് ആഭിചാരത്താൽ പ്രശ്നങ്ങൾ ഉണ്ടായി. That person has done witchcraft against us. ആ വ്യക്തി ഞങ്ങൾക്കെതിരായിട്ട് ക്ഷുദ്രപ്രയോഗം നടത്തി. This person, my relative, they have done witchcraft against us. എന്റെ ഇന്ന ബന്ധുക്കൾ എനിക്ക് വിരോധമായിട്ട് ആഭിചാരം ചെയ്തു. Like that, many believers, some believers are telling. ചില വിശ്വാസികൾ ഇങ്ങനെ പറയുന്നു. Generally I am telling. ഞാൻ പൊതുവിലുള്ള കാര്യങ്ങൾ പറയുന്നു. Some believers, what they are telling, ചില വിശ്വാസികൾ എന്ത് പറയുന്നു? in some family fightings are going on. ചില കുടുംബങ്ങളിൽ വഴക്കുകൾ നടക്കുന്നു. I know some family. ചില കുടുംബങ്ങൾ എനിക്കറിയാം. The fightings are going, not here, I am not telling about here. ഞാൻ ഇവിടുത്തെ കാര്യമൊന്നുമല്ല പറയുന്നത്. In some family, what the wife is telling to her husband, ചില കുടുംബങ്ങളിൽ ഭാര്യ ഭർത്താവിനോട് പറയുന്നത്, your mother has done witchcraft against me. നിങ്ങളുടെ അമ്മ എനിക്കെതിരായിട്ട് ആഭിചാരം ചെയ്തു. That's why my legs are paining. അതുകൊണ്ടാണ് എന്റെ കാലിൽ എനിക്ക് വേദന. My legs, I am having too much pain. എന്റെ കാലിൽ എനിക്ക് അതികഠിനമായ വേദനയുണ്ട്. Looking at her husband, ഭർത്താവിനോട് what does the wife say? ഭാര്യ പറയുന്നത്, your mother has done witchcraft against me. നിങ്ങളുടെ അമ്മ എനിക്കെതിരായിട്ട് ഗൂഢോത്രം ചെയ്തു. That's why my whole body is aching. അതുകൊണ്ടാണ് ശരീരം മുഴുവൻ എനിക്കിങ്ങനെ വേദനിക്കുന്നത്. Some, what they are telling, ചിലർ പറയുന്നതെന്ത്? my neighbor has done witchcraft against me. അയൽക്കാർ ഞങ്ങൾക്കെതിരായി ആഭിചാരം ചെയ്തു. My relatives, they have done witchcraft against me. ബന്ധുക്കൾ എനിക്ക് വിരോധമായി ആഭിചാരം ചെയ്തിരിക്കുന്നു. We have been affected by witchcraft. ഞങ്ങൾ ആഭിചാരത്താൽ വളരെ കഷ്ടപ്പെടുന്നു. That witchcraft is affecting my body. ആ ആഭിചാരം എന്റെ ശരീരത്തെ വല്ലാതെ ബാധിച്ചു. Because of your mother only I am being affected. നിങ്ങളുടെ അമ്മ കാരണമാണ് എനിക്ക് ഈ കഷ്ടപ്പാടുകൾ.
your mother has done witchcraft against me. നിങ്ങളുടെ അമ്മ എനിക്കെതിരായി ആഭിചാരം ചെയ്തു വെച്ചു. Beloved brothers and sisters, പ്രിയ സഹോദരി സഹോദരന്മാർ, according to this verse, എന്നാൽ ഈ വാക്യപ്രകാരം what do we understand? നാം എന്ത് മനസ്സിലാക്കുന്നു? If we do not forgive others, നാം മറ്റുള്ളവരോട് ക്ഷമിക്കുന്നില്ല എങ്കിൽ Satan will do harm to us. സാത്താൻ നമുക്ക് ദോഷം വരുത്തും. Whosoever we may be. നാം ആരുമാകട്ടെ, If we do not forgive others, നാം മറ്റുള്ളവരോട് ക്ഷമിക്കുന്നില്ലെങ്കിലോ Satan, witchcraft will do harm to us. ആഭിചാരത്താൽ നമുക്ക് ദോഷം വരും. Why the wife is telling, your mother has done witchcraft against me? നിങ്ങളുടെ അമ്മ എനിക്ക് വിരോധമായി ആഭിചാരം ചെയ്തു എന്ന ഭാര്യ പറയുന്നത് എന്തുകൊണ്ട്? Why she is telling my legs are paining because of witchcraft? ആഭിചാരത്താലാണ് എന്റെ കാലിന്റെ അതിവേദന എന്ന് അവൾ പറയുന്നത് എന്തുകൊണ്ട്? Why the witchcraft power is affecting her? എന്തുകൊണ്ട് ആഭിചാര ശക്തി തന്നെ ബാധിക്കുന്നു? Because he had not forgiven others. മറ്റുള്ളവരോട് അവൾ ക്ഷമിക്കാത്തത് കൊണ്ടാണ്. According to this verse, ഈ വചനപ്രകാരം what do we understand? നാം മനസ്സിലാക്കുന്നത്, If we do not forgive others, നാം മറ്റുള്ളവരോട് ക്ഷമിക്കുന്നില്ലെങ്കിൽ we will be affected by witchcraft. ആഭിചാരം നമ്മെ ദോഷമായി ബാധിക്കും. Whosoever we may be, നമ്മൾ ആരുമാകട്ടെ, whosoever you may be, നിങ്ങൾ ആരുമാകട്ടെ, if you do not forgive others, നിങ്ങൾ മറ്റുള്ളവരോട് ക്ഷമിച്ചില്ല എങ്കിൽ witchcraft will affect you. ആഭിചാരം ദോഷമായി ബാധിക്കും. Witchcraft power will affect you. ആഭിചാര ശക്തി നിങ്ങൾക്കെതിരായി ബാധിക്കും. Beloved brothers and sisters, പ്രിയ സഹോദരി സഹോദരന്മാരെ, even though others they have done witchcraft against us also, മറ്റുള്ളവർ നമുക്ക് എതിരായി ആഭിചാരം ചെയ്തിട്ടുണ്ട് എങ്കിൽ തന്നെ പോലും, as the wife says, ഭാര്യ പറയുന്നത് പോലെ, even though her mother-in-law has done witchcraft against her also, തന്റെ അമ്മാവിയമ്മ തനിക്ക് വിരോധമായി ആഭിചാരം ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ പോലും, even though your neighbor has done witchcraft against you also, നിങ്ങളുടെ അയൽക്കാർ നിങ്ങൾക്കെതിരായി ക്ഷുദ്രപ്രയോഗം ചെയ്തിട്ടുണ്ടെങ്കിൽ, even though your relatives they have done witchcraft against you also, നിങ്ങളുടെ ബന്ധുക്കളും നിങ്ങൾക്ക് വിരോധമായി ആഭിചാരം ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും, if you have forgiven everyone, നിങ്ങൾ എല്ലാവരോട് ക്ഷമിച്ചെങ്കിൽ, that power, witchcraft power cannot touch you. ആഭിചാര ശക്തിക്ക് നിങ്ങളെ തൊടുവാനാവില്ല. The witchcraft power cannot touch you. ആഭിചാര ശക്തിക്ക് നിങ്ങളെ തൊടാൻ സാധിക്കില്ല. Even though they have done witchcraft against you also, അവർ നിങ്ങൾക്കെതിരായി ക്ഷുദ്രപ്രയോഗം നടത്തിയെങ്കിൽ പോലും, that power cannot touch you. ആ ദുശക്തി നിങ്ങളെ തൊടുകയില്ല. If you have forget and forgive others, നിങ്ങൾ മറ്റുള്ളവരോട് ക്ഷമിക്കുകയും മറക്കുകയും the power of witchcraft cannot touch you. ആഭിചാര ശക്തി നിങ്ങളെ തൊടുകയില്ല. From the presence of God, ദൈവ സന്നിധിയിൽ നിന്ന് we are telling that. ഞങ്ങൾ പറയുന്നു, From the word of God, we are telling that. തിരുവെഴുത്തിൽ നിന്ന് വിളിച്ചു പറയുന്നു, What does the word of God say? തിരുവെഴുത്തെന്ന് പറയുന്നു. What do we understand from the word of God? തിരുവെഴുത്തിൽ നമ്മൾ എന്ത് മനസ്സിലാക്കുന്നു? We forgive others. നാം മറ്റുള്ളവരോട് ക്ഷമിച്ചാൽ The power of witchcraft cannot touch us. ആഭിചാര ശക്തി നമ്മെ തൊടുകയില്ല. The power of witchcraft cannot do any harm to us. ആഭിചാരം നമുക്ക് ഒരു ദോഷം വരുത്തുകയില്ല. But if we do not forgive others, മറ്റുള്ളവരോട് നമ്മൾ ക്ഷമിച്ചിട്ടില്ല എങ്കിൽ, whosoever we may be, നിങ്ങൾ ആരുമാകട്ടെ, surely the witchcraft power will affect us. തീർച്ചയായും ആഭിചാര ശക്തി ദോഷകരമായി ബാധിക്കും. I have heard so many testimony those who have testified in such a convention. വിധമായ കൺവെൻഷനിൽ പലരും പറഞ്ഞതായ സാക്ഷ്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. You have also heard. നിങ്ങളും കേട്ടുകാണും. In one convention, one brother testified. ഒരു കൺവെൻഷനിൽ ഒരു സഹോദരൻ സാക്ഷി പറഞ്ഞു. Earlier he was not in this fellowship. താൻ മുൻപേ നമ്മുടെ കൂട്ടായ്മയിലായിരുന്നില്ല. He was worshipping other gods. താൻ മറ്റു ദൈവങ്ങളെ ആരാധിച്ചു പോന്നു. After that he got salvation. അതിനുശേഷം തനിക്ക് രക്ഷ ലഭിച്ചു. He came to our fellowship. താൻ നമ്മുടെ കൂട്ടായ്മയിൽ വന്നു. He was attending our church നമ്മുടെ meetings. സഭാ യോഗങ്ങളിൽ പങ്കെടുത്തുകൊണ്ടിരുന്നു.
His father was a magician. തന്റെ അപ്പൻ ഒരു മന്ത്രവാദിയായിരുന്നു. He threatened him, you should not attend, you should not go to the church. നീ ഇങ്ങനെ ചർച്ചിൽ പോകരുതെന്ന് പറഞ്ഞ് താൻ തന്നെ ഭീഷണിപ്പെടുത്തി. But he didn't obey his father. എന്നാൽ താൻ തന്റെ അപ്പന്റെ വാക്ക് കേട്ടില്ല. He continued to attend our church. താൻ തുടർന്നും നമ്മുടെ മീറ്റിങ്ങുകളിൽ പങ്കെടുത്തിരുന്നു. One day, what did his father do? ഒരു നാളിൽ തന്റെ അപ്പൻ ചെയ്തത്, He is also a magician. താനും ഒരു മന്ത്രവാദി ആയിരുന്നു. He taught by another one magician. He brought him also. താൻ മറ്റൊരു മന്ത്രവാദിയിൽ നിന്ന് പഠിച്ചതാണ്, തന്നെയും കൂട്ടിക്കൊണ്ടുവന്നു. Praise be to God. ദൈവത്തിന് സ്തോത്രം. Both they came to his house. രണ്ടുപേരും തന്റെ വീട്ടിൽ വന്നു. They told you should not attend our Christian churches. നീ ഇങ്ങനെ ക്രിസ്ത്യാനികളുടെ പള്ളിയിൽ പോകരുത്. He told, he refused to താൻ അത് obey. നിരസിച്ചു. Then they told, we will do witchcraft against you. ഞങ്ങൾ നിനക്കെതിരായി മന്ത്രവാദം ചെയ്യും. Recently only this believer was saved. ആ വ്യക്തി രക്ഷിക്കപ്പെട്ട അധിക നാളുകളായിരുന്നില്ല. He didn't know how to pray also. പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് പോലും തനിക്കറിയില്ല. He didn't receive Holy Spirit also. താൻ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിരുന്നുമില്ല. But he got salvation. എന്നാൽ താൻ രക്ഷിക്കപ്പെട്ടിരുന്നു. Newly he got saved. പുതുതായി രക്ഷിക്കപ്പെട്ടയാളാണ്. Before him they did witchcraft. തന്റെ മുൻപിൽ അവർ മന്ത്രവാദം നടത്തി. Two magicians, they did witchcraft against this believer. രണ്ട് മന്ത്രവാദികൾ ഒത്തുചേർന്ന് ഈ വിശ്വാസിക്ക് വിരോധമായി ക്ഷുദ്രപ്രയോഗം നടത്തി. He simply said, praise the Lord, stotram, stotram, praise the Lord. In Tamil he said, stotram, stotram. Simply he said like that. താൻ ആകെ കൂടെ ചെയ്തത് താനിങ്ങനെ തമിഴിൽ സ്തോത്രം 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 എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അതേ താൻ ചെയ്തുള്ളൂ. Praise be to God. ദൈവത്തിന് സ്തോത്രം. While he was praising God, താൻ ഇങ്ങനെ ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ he realized that some power is coming towards him. തനിക്ക് വിരോധമായി തന്റെ നേരെ ഏതോ ഒരു ശക്തി വരുന്നതായിട്ട് തനിക്ക് ഉണരുവാൻ കഴിഞ്ഞു. He saw that some black shadow is coming towards him. കറുത്ത ഏതോ നിഴൽ രൂപം തനിക്ക് നേരെ വരുന്നതായി തനിക്ക് മനസ്സിലായി. Slowly it is coming. അത് വളരെ പതുക്കെ പതുക്കെ വരുന്നു. But it could not touch him. എന്നാൽ തന്നെ വന്ന് തൊടുവാൻ കഴിയുന്നില്ല. Could not come near to him. തന്നോട് അടുക്കുവാൻ കഴിയുന്നില്ല. That's why that power, what the power is doing, അതുകൊണ്ട് തന്നെ ആ ശക്തി ചെയ്തുകൊണ്ടിരുന്നത് very speedily it is going towards that person and hit that person. ആ വ്യക്തിക്ക് വിരോധമായത് വളരെ വേഗത്തിൽ ചെന്ന് തന്റെ മേൽ അത് അടിച്ചു. Like that it is doing continuously. അത് ഇങ്ങനെ തുടർച്ചയായി It ചെയ്തുകൊണ്ടിരുന്നു. is coming very slowly, but it couldn't touch him. വളരെ പതുക്കെ തന്റെ അടുക്കൽ വന്നെങ്കിലും തന്നെ തൊടാൻ കഴിഞ്ഞില്ല. But it's going very speed and hit that person. എന്നാൽ അത് വളരെ വേഗത്തിൽ ചെന്ന് തിരിച്ചടിക്കുന്നു. Then the two persons, they left the house. അപ്പോൾ ആ രണ്ട് വ്യക്തികളും ആ വീട് വിട്ടുപോയി. The two persons were magicians. ആ രണ്ട് വ്യക്തികളും മന്ത്രവാദികളായിരുന്നു. One is his own father. അതിൽ ഒന്ന് തന്റെ സ്വന്തം അപ്പനായിരുന്നു. That they told, we can't do anything against you. അവർ പറഞ്ഞു, നിനക്ക് വിരോധമായി ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. Beloved children of God, പ്രിയ ദൈവമക്കളെ, if you have good fellowship with Jesus, നിങ്ങൾക്ക് ആ യേശുവുമായിട്ട് ശരിയായ ബന്ധമുണ്ടെങ്കിൽ you can forgive others. മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ കഴിയും. If you have forgiven others, നിങ്ങൾ മറ്റുള്ളവരോട് ക്ഷമിച്ചിട്ടുണ്ടെങ്കിൽ even though others they did witchcraft against you also, മറ്റുള്ളവർ നിങ്ങൾക്ക് വിരോധമായി എത്ര വലിയ മന്ത്രവാദം ചെയ്തുവെങ്കിൽ തന്നെയും it will not touch you. അത് ഒരിക്കലും നിങ്ങൾക്ക് ദോഷം വരുത്തില്ല. It can't touch you. അത് നിങ്ങളെ തൊടുകയില്ല. It can't do harm to you. നിങ്ങൾക്കെതിരായി ദോഷം ചെയ്യില്ല. It has no power to do harm to you. നിങ്ങൾക്ക് ദോഷം ചെയ്യുവാൻ അതിന് ശക്തിയില്ല. Why it is touching you? അതുകൊണ്ടാണ് നിന്നെ തൊടുന്നത്. Why you are fighting with your husband? എന്തിനാണ് നിന്റെ ഭർത്താവുമായി വഴക്കിടുന്നത്? Why you are fighting with your mother-in-law? അമ്മായിയമ്മയോട് നീ വഴക്കിടുന്നത് എന്തുകൊണ്ട്? Why you have done witchcraft against me? എന്തുകൊണ്ടാ നിങ്ങൾ എനിക്കെതിരായ ആഭിചാരം ചെയ്തു?
Why you are fighting with your husband? എന്തുകൊണ്ട് ഭർത്താവിനോട് നീ ഇങ്ങനെ വഴക്കിടണം? You have no proper fellowship with Jesus. നിനക്ക് യേശുവുമായിട്ട് ശരിയായ ബന്ധമില്ല. You are worshipping Jesus, നീ യേശുവിനെ ആരാധിക്കുന്നു, but you have no proper fellowship with Jesus. യേശുവുമായിട്ട് യുക്തമായ ബന്ധം നിനക്കില്ല. That's why the power of witchcraft is doing harm to you. അതുകൊണ്ടാണ് ആ വിചാരത്താൽ നിനക്ക് ദോഷം വരുന്നത്. If you have proper fellowship with Jesus, യേശുവുമായി ശരിയായ ബന്ധം നിനക്കുണ്ടെങ്കിൽ you will not fight with your husband. നിന്റെ ഭർത്താവിനോട് നീ വഴക്കിടില്ല, You will not fight with others. മറ്റുള്ളവരോട് നീ The വഴക്കിടില്ല, witchcraft will not touch you. ആ വിചാരം നിന്നെ തൊടില്ല. Even though they did witchcraft against you also. നിനക്കെതിരായവർ മന്ത്രവാദം ചെയ്താലും If you have proper fellowship with Jesus, നിനക്ക് യേശുവുമായിട്ട് ശരിയായ ഉറ്റബന്ധമുണ്ടെങ്കിൽ, beloved children of God, പ്രിയ ദൈവമക്കളെ, we are worshipping Jesus. നാം യേശുവിനെ We ആരാധിക്കുന്നു, are singing unto നാം Jesus. യേശുവിനെ പാടി We സ്തുതിക്കുന്നു, are praising നാം Jesus. യേശുവിനെ We സ്തുതിക്കുന്നു, are praying to നാം Jesus. യേശുവിനോട് But പ്രാർത്ഥിക്കുന്നു. do we have proper fellowship with Jesus? എന്നാൽ നമുക്ക് യേശുവുമായിട്ട് യഥാർത്ഥമായ ബന്ധമുണ്ടോ? Is the light of Jesus is shining upon us? യേശുവിന്റെ വെളിച്ചം നമ്മുടെ മേൽ പ്രകാശിക്കുമ്പോൾ, If the light shine upon us, യേശുവിന്റെ വെളിച്ചം നമ്മുടെ മേൽ പ്രകാശിച്ചാൽ we also will be light. നാമം വെളിച്ചമാകും. We will also have the character of that light. നമുക്ക് ആ വെളിച്ചത്തിന്റെ സ്വഭാവമുണ്ടാകും. Praise be to God. ദൈവത്തിന് സ്തോത്രം. Here, what do we understand? നമുക്ക് മനസ്സിലാക്കാൻ, We are worshipping Jesus, നാം യേശുവിനെ ആരാധിക്കുന്നു, but do we have the character of Jesus? യേശുവിന്റെ സ്വഭാവം നമുക്കുണ്ടോ? We are praising Jesus. നാം യേശുവിനെ സ്തുതിക്കുന്നു, We are singing unto Jesus, യേശുവിനെ പാടുന്നു, but do we have the character of Jesus? യേശുവിന്റെ സ്വഭാവം പക്ഷേ നമുക്ക് What is the character of Jesus? എന്താണ് യേശുവിന്റെ സ്വഭാവം? Forgiving character. ക്ഷമിക്കുന്ന സ്വഭാവം. Are we able to forgive others? നമുക്ക് ആ മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ കഴിയുന്നു? Are you able to forgive your husband? ഭർത്താവിനോട് ക്ഷമിക്കാൻ നിനക്ക് കഴിയുന്നു? Are you able to forgive your wife? നിന്റെ ഭാര്യയോട് നീ ക്ഷമിക്കുന്നുണ്ടോ? Are you able to forgive your neighbors? അയൽക്കാരോട് ക്ഷമിക്കുവാൻ നിനക്ക് കഴിയുന്നുണ്ടോ? Are you able to forgive others? മറ്റുള്ളവരോട് നിനക്ക് ക്ഷമിക്കാൻ We സാധിക്കുന്നുണ്ടോ? are filling in the Holy Spirit. നമ്മൾ പരിശുദ്ധാത്മാവിൽ നിറയുന്നു, We are speaking unknown tongues. നാം അന്യ ഭാഷകൾ പറയുന്നു. But are we able to forgive others? എന്നാൽ നമുക്ക് പരസ്പരം ക്ഷമിക്കാൻ കഴിയുന്നു. If we have good fellowship with Jesus, യേശുവിനോട് ശരിയായ ബന്ധം നമുക്കുണ്ടെങ്കിൽ we can forgive others. നമുക്ക് ആ മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ സാധിക്കും. We will forgive others. നാം മറ്റുള്ളവരോട് ക്ഷമിക്കും. Praise be to God. ദൈവത്തിന് സ്തോത്രം. What do we read about Stephen നാം സ്തെഫാനോസിനെ കുറിച്ച് എന്ത് വായിക്കുന്നു? when we come to Acts chapter 6? അപ്പോസ്തലപ്രവൃത്തി 6-ാം അധ്യായം. What do we read about Stephen? സ്തെഫാനോസിനെ കുറിച്ച് എന്ത് വായിക്കുന്നു? When we read verse 15, അതിന്റെ 15-ാം വാക്യം. kindly read verse 15. 15-ാം വാക്യം ദയവായി വായിക്കാം. ന്യായാധിപ സംഘത്തിൽ ഇരുന്നവർ എല്ലാവരും അവനെ ഉറ്റുനോക്കി അവന്റെ മുഖം ഒരു ദൈവദൂതന്റെ മുഖം പോലെ കണ്ടു. And all that sat in the council looked steadfastly on him, saw his face as it had been the face of an angel. How was the face of Stephen? സ്തെഫാനോസിന്റെ മുഖം എങ്ങനെയായിരുന്നു? Face of an angel. ഒരു ദൈവദൂതന്റെ മുഖം. How the face of the angel will be? എങ്ങനെയായിരിക്കും ഈ ഒരു ദൈവദൂതന്റെ മുഖം? Will be bright. Will be bright. അത് ശോഭയേറിയതായിരിക്കും. Bright, and it will be bright. അത് ശോഭയേറിയതായിരിക്കും. Once one believer told me, ഒരിക്കലൊരു വിശ്വാസിനോട് പറഞ്ഞു, at night in the naked eye, open eye, he saw that അർദ്ധരാത്രിയിൽ തന്റെ നഗ്നനേത്രങ്ങൾ തുറന്ന് താൻ കണ്ടത്, his room was closed. അവൻ തന്റെ മുറി അടച്ചിരുന്നു. In the open eye, he saw that. എന്നാൽ താൻ കണ്ണ് തുറന്ന് കണ്ടത്, He only told me, താൻ തന്നെയാണ് എന്നോട് പറഞ്ഞത്, he saw two persons came to him. 2 വ്യക്തികൾ തന്റെ അടുക്കൽ വന്നതായി കണ്ടു.
Their faces were very light, അവരുടെ മുഖം വളരെ പ്രകാശം നിറഞ്ഞതായിരുന്നു, very brightened. വളരെ പ്രകാശിക്കുന്നത്. He told, I couldn't see their faces because of the light. I couldn't see their faces. ആ വെളിച്ചം അധികമായതുകൊണ്ട് എനിക്ക് അവരുടെ മുഖത്ത് നോക്കാൻ കഴിഞ്ഞില്ലെന്നാണ് താൻ പറഞ്ഞത്. Two persons came to him. രണ്ട് വ്യക്തികളാണ് തന്റെ അടുത്ത്. Praise be to God. ദൈവത്തിന് സ്തോത്രം. How the face of the angel will be? ദൂതന്റെ മുഖം എങ്ങനെയായിരിക്കും? Brightened. ശോഭ കൂടിയത്. Will be shining. അത് പ്രകാശിക്കും. Praise be to God. ദൈവത്തിന് സ്തോത്രം. Here we read about Stephen. നാം ഇവിടെ സ്തെഫാനോസിനെ കുറിച്ച് വായിക്കുന്നു. How is the face of Stephen? സ്തെഫാനോസിന്റെ മുഖം എങ്ങനെയായിരിക്കുന്നു? His face was as like as an angel. അവന്റെ മുഖം ഒരു ദൈവദൂതന്റെ മുഖം പോലെ കണ്ടു. But all that sat in the council saw that his face was an angel. ന്യായാധിപ സംഘത്തിൽ ഇരുന്നവരെല്ലാം അവന്റെ മുഖം ഒരു ദൈവദൂതന്റെ മുഖം പോലെ കണ്ടു. His face was brightened. അവന്റെ മുഖം തിളങ്ങുന്നു. What do we read about Stephen? സ്തെഫാനോസിനെ കുറിച്ച് നമ്മൾ എന്താണ് വായിക്കുന്നത്? He had the character of forgiving character. തനിക്ക് ക്ഷമിക്കുവാൻ കഴിയുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. When everybody stoned at him, എല്ലാവരും തന്നെ കല്ലെറിഞ്ഞപ്പോൾ, when we come to Acts chapter 7 and last verses, അപ്പോസ്തലപ്രവൃത്തി 7-ാം അധ്യായത്തിന്റെ അവസാന വാക്കുകളിലേക്ക് വരുമ്പോൾ, when others stoned at him, മറ്റുള്ളവർ തനിക്കെതിരായി കല്ലെറിഞ്ഞപ്പോൾ, he cried with a loud voice, താൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, Lord, lay not this sin to their charge. കർത്താവേ, അവർക്ക് ഈ പാപം നിർത്തരുതേ. When others stoned at him, മറ്റുള്ളവർ തന്നെ കല്ലെറിഞ്ഞപ്പോൾ he forgave them. താൻ അവരോട് ക്ഷമിച്ചു. He didn't keep bitterness against them. അവർക്കെതിരായി തനിക്ക് കയ്പ് തോന്നിയില്ല. He didn't murmur against them. അവർക്കെതിരായി പെരുപെറുത്തതുമില്ല. What did he do? എന്താണ് താൻ ചെയ്തത്? Lord, lay not this sin to their charge. കർത്താവേ, ഈ പാപം അവർക്ക് കണക്കിടരുതേ. He forgave them. അവിടെ താൻ അവരോട് ക്ഷമിച്ചു. Stephen had the character of forgiving character. സ്തെഫാനോസിന് ക്ഷമിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. He forgave his enemies. താൻ തന്റെ ശത്രുക്കളോട് ക്ഷമിച്ചു. Because of Stephen had forgiving character, സ്തെഫാനോസിന് ക്ഷമിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നത് കൊണ്ട് his face was shining. അവന്റെ മുഖം പ്രകാശിച്ചു. What do we understand? എന്താണ് മനസ്സിലാക്കുന്നത്? If we have the character of forgiving others, നമുക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കുന്ന സ്വഭാവമുണ്ടെങ്കിൽ our face will be bright. നമ്മുടെ മുഖം അത് തിളങ്ങുന്ന ഒന്നായിരിക്കും. Our face will be shining. നമ്മുടെ മുഖം അത് പ്രകാശിക്കും. What do we understand? Our face will be shining. നമ്മുടെ മുഖം പ്രകാശിക്കുമെന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്? All of us very well know that. നമുക്ക് എല്ലാവർക്കും വളരെ നന്നായിട്ടറിയാം. What is in our heart, that thing will reveal our face. നമ്മുടെ ഹൃദയത്തിൽ എന്താണ് ഉള്ളത് അത് നമ്മുടെ മുഖത്ത് പ്രതിഫലിക്കും. If sorrow is in our heart, നമ്മുടെ ഹൃദയത്തിൽ വിഷാദമുണ്ടെങ്കിൽ our face will reveal that sorrow. നമ്മുടെ മുഖം ആ വിഷാദത്തെ പ്രതിഫലിപ്പിക്കും. Our face will be sorrowful face. നമ്മുടെ മുഖം ദുഃഖപൂരിതമായിരിക്കും. Because sorrow is in our heart. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ ഹൃദയത്തിൽ ദുഃഖമുണ്ട്. What is in our heart, നമ്മുടെ ഹൃദയത്തിൽ എന്താണോ ഉള്ളത് that thing will be revealed through our faces. അത് നമ്മുടെ മുഖത്തിൽ വെളിപ്പെടും. If your face is sorrow, ഇപ്പോൾ നിങ്ങളുടെ മുഖത്തിൽ ദുഃഖമുണ്ടെങ്കിൽ that means your heart is in your heart sorrow is there. നിങ്ങളുടെ ഹൃദയത്തിലും എന്തോ ദുഃഖമുണ്ട്. Here what do we read? ഇവിടെ നാം എന്ത് വായിക്കുന്നു? If we have the character of forgiving character, ക്ഷമിക്കുന്ന സ്വഭാവം നിങ്ങളിൽ ഉണ്ടെങ്കിൽ our face will be brightened. നമ്മുടെ മുഖത്ത് ശോഭയുണ്ടാകും. What does it mean? അതെന്താകുന്നു അർത്ഥമാക്കുന്നത്? That character will, perhaps some sorrow may be in our heart. ഒരുപക്ഷേ എന്തെങ്കിലും വിധമായ സങ്കടങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായേക്കും. But if we have the character of forgiving others, എന്നാൽ മറ്റുള്ളവരോട് ക്ഷമിക്കുന്ന സ്വഭാവമുണ്ടെങ്കിൽ that character will remove our sorrow from our heart. ആ സ്വഭാവം നമ്മുടെ ഹൃദയത്തിലെ സങ്കടത്തെ അവിടെ നിന്നും മാറ്റും.
Our forgiving character will take away the sorrow from our heart. ക്ഷമിക്കുന്ന സ്വഭാവം എന്നത് നമ്മുടെ ഹൃദയത്തിലെ സങ്കടങ്ങളെ അവിടെ നിന്ന് അകറ്റിക്കളയും. When our sorrow will be removed from our heart, അപ്പോൾ നമ്മുടെ എപ്പോഴാണ് നമ്മുടെ സങ്കടങ്ങൾ ഹൃദയത്തിൽ നിന്ന് മാറ്റപ്പെടുന്നത്? that time our face will be shine. ആ സമയത്ത് നമ്മുടെ മുഖം പ്രകാശിക്കും. When our sorrow will be removed from our heart, at the time our face will be shining. സങ്കടങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മാറുമ്പോൾ മുഖം പ്രകാശിക്കും. So our forgiving character will take away the sorrow from our heart. ക്ഷമിക്കുന്ന സ്വഭാവം നമ്മുടെ ഉള്ളത്തിലെ സങ്കടങ്ങളെ എടുത്തു മാറ്റും. How can we get deliverance from our sorrow? നമ്മുടെ ദുഃഖങ്ങളിൽ എങ്ങനെ വിടുതൽ പ്രാപിക്കാം? Are you in sorrowful state? നീ ഏതെങ്കിലും സങ്കടാവസ്ഥയിലോ? Beloved brothers and sisters, പ്രിയ സഹോദരന്മാരെ സഹോദരിമാരെ, are you in sorrowful state? ഏതെങ്കിലും സങ്കടാവസ്ഥയിലോ? How can you get deliverance from your sorrow? എങ്ങനെ സങ്കടത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കാം? If you forgive others, മറ്റുള്ളവരോട് ക്ഷമിച്ചാൽ, if you have the character of forgiving others, ക്ഷമിക്കുന്ന സ്വഭാവം നിനക്കുണ്ടായാൽ, that character will take away the sorrow from your heart. ആ സ്വഭാവം നിന്റെ ഉള്ളത്തിലെ ദുഃഖങ്ങളെ മാറ്റും. When your sorrow will be removed from your heart, അപ്പോൾ ഹൃദയത്തിൽ നിന്ന് സങ്കടങ്ങളെല്ലാം നീക്കപ്പെടും. at the time your face will be shining. അപ്പോൾ നിന്റെ മുഖം പ്രകാശിക്കും. When your sorrow will be removed from your heart, your face will be shining. നിന്റെ ദുഃഖ ഹൃദയത്തിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ മുഖം പ്രകാശിക്കും. If you have no forgiving character, നിനക്ക് ക്ഷമിക്കുന്ന സ്വഭാവം ഇല്ലെങ്കിലോ, if any sorrow is in your heart, ഏതെങ്കിലും സങ്കടങ്ങൾ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ, you will not get deliverance from your sorrow. നീ നിന്റെ ദുഃഖത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുകയില്ല. Your face will be dull. നിന്റെ ഹൃദയം മുഖം വാടിയിരിക്കും. Your face will be darkened. നിന്റെ മുഖം ഇരുണ്ടിരിക്കും. Your face will not be shining. നിന്റെ മുഖം പ്രകാശിക്കില്ല. Why your face is darkened? എന്തുകൊണ്ടാണ് മുഖം ഇരുണ്ടിരിക്കുന്നത്? You may say so many problems. പല പ്രശ്നങ്ങളെ നീ പറഞ്ഞേക്കാം. I am facing this problem. ഞാൻ ഇന്ന പ്രശ്നം നേരിടുന്നു. I am going through such a difficulty. ഞാൻ ഇങ്ങനെയുള്ള വൈഷമ്യത്തിലൂടെ പോകുന്നു. That's why my face is very sorrowful. അതുകൊണ്ടാണ് എന്റെ മുഖത്ത് ഈ സങ്കടം. But according to the Bible verse, എന്നാൽ ബൈബിൾ വാക്യപ്രകാരം your problem is not for your sorrow. നിന്റെ ദുഃഖങ്ങൾക്ക് കാരണം നിന്റെ പ്രശ്നങ്ങളല്ല. Your face is not your face is sorrowful face is not for your problem. നിന്റെ മുഖം ദുഃഖപൂരിതമായിരിക്കുന്നത് നിന്റെ പ്രശ്നങ്ങൾ കാരണമല്ല. You have no forgiving character. നിനക്ക് ക്ഷമിക്കുന്ന സ്വഭാവമില്ല. You haven't forgiven others. മറ്റുള്ളവരോട് ക്ഷമിച്ചിട്ടില്ല. That's why you haven't got deliverance from your sorrow. അതുകൊണ്ടാണ് നീ നിന്റെ ദുഃഖത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കാതിരിക്കുന്നത്. Beloved children of God, പ്രിയ ദൈവമക്കളെ, we need to have, all of us, we need to have forgiving character. നമുക്ക് എല്ലാവർക്കും തന്നെ ക്ഷമിക്കുന്ന സ്വഭാവം വേണം. Then only the forgiving character will take away all sorrowful from our heart. അങ്ങനെയെങ്കിൽ മാത്രമേ ക്ഷമിക്കുന്ന സ്വഭാവം നമ്മുടെ ഹൃദയത്തിലെ സങ്കടങ്ങളെല്ലാം അകറ്റൂ. It will turn our sorrow into joy. അത് നമ്മുടെ ദുഃഖത്തെ സന്തോഷമാക്കും. Forgiving character will turn our sorrow into joy. ക്ഷമിക്കുന്ന സ്വഭാവം നമ്മുടെ ദുഃഖത്തെ സന്തോഷമാക്കും. It will turn sorrow into joy in our heart. അത് നമ്മുടെ ഹൃദയത്തിലെ ദുഃഖത്തെ സന്തോഷമാക്കി മാറ്റും. When joy comes in our life, in our heart, നമ്മുടെ ഹൃദയത്തിൽ സന്തോഷം വരുമ്പോൾ our face will be brightened. നമ്മുടെ മുഖം ശോഭിക്കും. Our face will be as like as the face of an angel. നമ്മുടെ മുഖം ഒരു ദൈവദൂതന്റെ മുഖം പോലെയാകും. Our face will not be sorrowful face. പിന്നീട് നമുക്ക് ദുഃഖമുഖമുണ്ടാകില്ല. We are going to enter into new year. നാം ഒരു പുതിയ വർഷത്തിൽ പ്രവേശിക്കുവാൻ പോകുന്നു. We have come to the end of this year. നാം ഈ വർഷത്തിന്റെ ഒടുക്കം വന്നിരിക്കുന്നു. We have come to the final month of this year. നാം ഈ വർഷത്തിന്റെ അവസാന മാസത്തിൽ വന്നിരിക്കുന്നു. Only 1 month only left for this year. ഈ വർഷത്തിന് ഈ മാസം കൂടി അവശേഷിക്കുന്നുള്ളൂ. Shall we all forgive everyone? നമുക്കെല്ലാവരും
അവരോട് ക്ഷമിക്കാം? Shall we all forget everything what others they have done against us? മറ്റുള്ളവർ നമുക്ക് വിരോധമായി ചെയ്തതെല്ലാം നമുക്ക് മറക്കാം. Then only in the coming year our face will be brightened. അങ്ങനെയെങ്കിൽ മാത്രമേ വരും വർഷത്തിൽ നമ്മുടെ മുഖം ശോഭിക്കൂ. Always our heart will be joy. നമ്മുടെ ഹൃദയം സദാ ആനന്ദിക്കും. That joy will be revealed through our faces. ആ ആനന്ദം നമ്മുടെ മുഖത്തിൽ വെളിപ്പെടും. Our face will be lightened. നമ്മുടെ മുഖം ശോഭിക്കും. Shall we all close our eyes? കണ്ണുകളെ അടയ്ക്കാം. Shall we all pray to God? ദൈവത്തോട് പ്രാർത്ഥിക്കാം. Shall we all pray to Jesus? യേശുവിനോട് പ്രാർത്ഥിക്കാം. Jesus, your light should shine upon me. യേശുവേ, അങ്ങയുടെ വെളിച്ചം എന്റെ മേൽ You പ്രകാശിക്കട്ടെ. are the light. അങ്ങാണ് വെളിച്ചം. The light we should shine upon me. ആ വെളിച്ചം എന്റെ മേൽ പ്രകാശിക്കണം. If the light of you shine upon me. ആ കർത്താവേ, അങ്ങയുടെ ആ വെളിച്ചം എന്റെ മേൽ പ്രകാശിക്കട്ടെ. If the light shine upon me, ആ വെളിച്ചം എന്റെ മേൽ പ്രകാശിച്ചാൽ I also will be a light. ഞാനും ഒരു വെളിച്ചമാകും. I need to have good fellowship with that light of you. നിന്നിലുള്ള വെളിച്ചത്തോട് എനിക്ക് അടുത്ത ബന്ധം വേണം. Then only I will have the character of light of you. അപ്പോൾ മാത്രമേ നിന്റെ വെളിച്ചത്തിന്റെ സ്വഭാവം എന്നിലും ഉണ്ടാകൂ. You are not an ordinary നീ light. ഒരു സാധാരണ വെളിച്ചമല്ല. You are the forgiving നീ light. ക്ഷമിക്കുന്ന വെളിച്ചം. After forgiving that woman, ആ സ്ത്രീയോട് ക്ഷമിച്ചിട്ട what does Jesus Christ say? യേശു ക്രിസ്തു പറഞ്ഞത്, I am the light of the ഞാൻ world. ലോകത്തിന്റെ He വെളിച്ചം. is the forgiving light. അവൻ ക്ഷമിക്കുന്ന If വെളിച്ചം. we have fellowship, good fellowship with that light Jesus, വെളിച്ചമായ യേശുവിനോട് ഉറ്റബന്ധം നമുക്കുണ്ടായാൽ we can forgive others. നമുക്ക് ആ മറ്റുള്ളവരോട് ക്ഷമിക്കാം. We will forgive others. ആ മറ്റുള്ളവരോട് ക്ഷമിക്കാം. Then our sorrow will be turned into joy. അപ്പോൾ നമ്മുടെ ദുഃഖം Shall സന്തോഷമാകും. we all pray to Jesus? നമുക്ക് ആ യേശുവിനോട് Shall we all പ്രാർത്ഥിക്കാം. pray to our God? നമ്മുടെ ദൈവത്തോട് Shall we പ്രാർത്ഥിക്കാം. all forgive others? മറ്റുള്ളവരോട് ക്ഷമിക്കാം. Shall we all forget others what they have done against us? മറ്റുള്ളവർ നമുക്കെതിരായി ചെയ്തതെല്ലാം മറക്കാം. May God bless us. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മുഖത്തു നോക്കുവോർ ലജ്ജിതരാകില്ലെന്ന് വാഗ്ദത്തമേ